محمد صلوات ربي وسلامه عليه وعلى آله وأصحابه وعترته ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد تجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹളായ ഫضല് കൊണ്ടും അല്ലാഹുവിൻ്റെ കൃപ കൊണ്ടും നമ്മുടെയൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ഹൃദയവും നമ്മുടെ സ്വഭാവവും എല്ലാം അല്ലാഹു നമുക്ക് നമ്മുടെ രഹസ്യവും പരസ്യവും അല്ലാഹു നന്നാക്കി തരട്ടെ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അസുഖങ്ങളെ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഈമാൻ കൊണ്ടും ഇൽമു കൊണ്ടും മഅരിഫത്ത് കൊണ്ടും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. രോഗികൾക്കൊക്കെ അല്ലാഹു വളരെ പെട്ടെന്ന് ആജിലായ ഷിഫ അല്ലാഹു നൽകട്ടെ. ഫിദ സുഹ്റാബി എന്നൊരു കുട്ടി, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവർ മഞ്ഞപ്പിത്തം ബാധിച്ച് ഹോസ്പിറ്റലിലാണുള്ളത്. അല്ലാഹു ആ മോൾക്ക് വളരെ പെട്ടെന്ന് അല്ലാഹു ഷിഫ നൽകട്ടെ. അല്ലാഹു ഷിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ജല്ല ജലാലുവുമായി സംസാരിച്ചു കൊണ്ടിരുന്ന, അള്ളാഹുവിൻ്റെ സംസാരം കേട്ട, വഹി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വിശേഷത്തെ സംബന്ധിച്ചായിരുന്നു. അതിലും നിസ്കാരത്തിൻ്റെ അഖിമിസ്വലാത്ത ലിദിക്രി എന്ന ഭാഗമായിരുന്നു നമ്മൾ കൂടുതൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കണം. 3 വിഷയങ്ങൾ അവിടെ. ഒന്ന് തൗഹീദാണ്. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. അതായത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസം എന്തിനേക്കാളും ഏതിനേക്കാളും മുമ്പിലാണ്. വിശ്വാസം നമ്മുടെ ബേസിസാണ്, നമ്മുടെ അടിത്തറയാണ്. ആ അടിത്തറയിലേ നമുക്ക് കർമ്മങ്ങളെ പൊക്കിയെടുക്കാൻ കഴിയും. ഏതൊരു വിഷയത്തിനും ഒരു ഫൗണ്ടേഷൻ വേണ്ടേ? ഫൗണ്ടേഷൻ മേലാണല്ലോ ബിൽഡ് ചെയ്യുക. അപ്പം നമ്മൾ എത്ര വലിയ ഡെക്കറേഷൻ ചെയ്താലും ഇൻറ്റീരിയർ ചെയ്താലും ഫൗണ്ടേഷൻ ക്ലിയർ ഇല്ലേ, അത് വീഴും. എന്ന പോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം, അഖീദ എന്നത് ഫൗണ്ടേഷനാണ്. അതുകൊണ്ടാണ് ഫൗണ്ടേഷനിൽ കോംപ്രമൈസ് പാടില്ല എന്ന് പറയാൻ കാരണം. അത് നിർബന്ധമാണ്. അതിൻ്റെ കോർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സയ്യിദുന മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മൂസ റസൂലുള്ളാഹ്, അങ്ങനെയാണ് അവർ പറയാ. ഓരോ കാലഘട്ടത്തെയും നബി ആരോ ആ നബിയുടെ റിസാലത്തിനെ അംഗീകരിച്ചു കൊണ്ടായിരിക്കും അവരുടെ തൗഹീദിൻ്റെ, അവരുടെ ഷഹാദത്തിൻ്റെ വചനം അങ്ങനെ ഫോം ചെയ്യാം. അപ്പോൾ വഅനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ, അങ്ങയെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസ നബിയെ, അതുകൊണ്ട് ഫസ്തമിഅ ലിമാ യൂഹാ, ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആ ഇസ്തിമാഇനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്ക് അർഹതയുള്ളവർ ആരുമേ ഈ പ്രപഞ്ചത്തിലില്ല. ആരാധിക്കപ്പെടുന്നവരുണ്ടാകാം, പക്ഷെ അത് അർഹത കൊണ്ടാണോ? ആ ആരാധന ഡിസർവ് ചെയ്യുന്നത് അല്ലാഹു മാത്രമാണ്. എന്നിട്ട് പറഞ്ഞു ഫഅ്ബുദ്നി, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യണം. അല്ലാഹു ഏകനാണെന്നും തൗഹീദും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസാണ് ഫഅ്ബുദ്നി,
അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഇബാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിനെ അള്ളാഹ് സൂചിപ്പിച്ചു, വഅഖിമിസ് സ്വലാത ലിദിക്രി, നിരന്തരമായ എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണം. ഇത് പറഞ്ഞ് സക്കാത്തും ഹജ്ജൊക്കെ ഇവിടെ പറയാനുണ്ട്, സോമ് പറയാനുണ്ട്, ഇസ്ലാമിൻ്റെ ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ പോകുന്നത് ഈ ഇബാദത്തും നിസ്കാരമടക്കമുള്ള ഇബാദത്തുകളൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഖിയാമത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും. ദ അവർ, ആ അറിയപ്പെട്ട സമയം, അതൊരു ദിവസം, ആ ദിവസം വന്നെത്തുക തന്നെ ചെയ്യും. അഖാദു ഉഖ്ഫീഹ, അതിനെ നാം വെളിച്ചത്തേക്ക് കൊണ്ടുവരാറായിട്ടുണ്ട്. അഖ്ഫ എന്ന് പറഞ്ഞാൽ അസാലൽ ഖഫാ എന്നാണ്. ശരിക്കും ഉഖ്ഫി എന്ന് പറയുമ്പോൾ അത് മറച്ചു വെക്കുക എന്ന് തോന്നിപ്പോവും അർത്ഥം. അവിടെ മറ നീക്കുക എന്നാണ് അർത്ഥം. അഖാദു ഉഖ്ഫീഹ, ആ മറഞ്ഞു കിടക്കുന്ന രഹസ്യത്തെ നാം പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സൂൺ ഇറ്റ് വിൽ ഹാപ്പൻ, വളരെ വൈകാതെ തന്നെ അന്ത്യനാൾ സംഭവിക്കും. അതിനെ നാം വെളിച്ചത്തേക്ക് കൊണ്ടുവരാറായിട്ടുണ്ട്. അഖാദു ഉഖ്ഫീഹ, അവിടെ ഖഫാ എന്നതിന് അസാലൽ ഖഫാ, ആ അവ്യക്തതയെ നീക്കുക എന്നാണ് ഉഖ്ഫി എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മുഫസ്സിരീങ്ങൾ പറയാം, ചില വാക്കുകൾ അങ്ങനെയാണ്. അഖാദു ഉഖ്ഫീഹ, ആ ഖിയാമത്ത്, മറഞ്ഞു കിടക്കുന്ന ഖിയാമത്ത് എന്ന രഹസ്യത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാറായിട്ടുണ്ട്. ഖിയാമത്ത് സംഭവിക്കാറാകുന്നുണ്ട്. എന്തിന്? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോ ആത്മാവിനും, ഓരോ ശരീരത്തിനും അവർ പ്രവർത്തിച്ചതെന്തോ അതിന് പ്രതിഫലം നൽകപ്പെടാൻ ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും. ഫലാ യസുദ്ദന്നക അൻഹാ, ഉടനെ തന്നെ അള്ളാഹു ഇനി പറയുന്നത്, ഖിയാമത്ത് നാൾ ഇല്ല എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്. ടീച്ചർ എക്സാം ഉണ്ട് എന്ന് പറയാം, അപ്പോൾ ഒരു വിളവം പറയാം, കുട്ടികളെ എക്സാം ഒന്നുമില്ല ചങ്ങന്മാരെ, വെറുതെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. എന്നാൽ ഞാൻ അവൻ്റെ ഒപ്പം എന്ന് പറയും. പക്ഷേ എക്സാം സംഭവിക്കും, ഒരു തോൽക്കും, അതിൻ്റെതായ കോൺസിക്വൻസസ് അവർ സഫർ ചെയ്യേണ്ടി വരും. അപ്പം എൻ്റെ ഒത്തൻറ്റിക്കായ ഒരു സോഴ്സിൽ നിന്നൊരു വിവരം കിട്ടുമ്പോൾ ആ വിവരത്തെ ഓവർടേക്ക് ചെയ്ത് അണൊത്തൻറ്റിക് ആയിട്ടുള്ള കാര്യം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. ഫലാ യസുദ്ദന്നക അൻഹ, അതുകൊണ്ട് മൂസ നബിയെ, ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിത്തിരിച്ചു കൊണ്ടുപോകുന്ന മൻ ലാ യുഅ്മിനു ബിഹ, അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാകും, അവരിൽ നിങ്ങൾ പെട്ടുപോകരുത്. വത്തബഅ ഹവാ, ശരീരം എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മാത്രം ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ വരും. അവരെന്ത് ചെയ്യും? അന്ത്യനാളിനെ നിഷേധിക്കും. കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ നമുക്കുണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. ചെയ്യണം, ചെയ്യരുത്, അതിൻ്റെ പ്രാക്ടീസ് ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. ആ പഴം മാത്രം ഭക്ഷിക്കരുത്. വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമ, ബാക്കിയൊക്കെ നിങ്ങൾ കഴിച്ചോളൂ. ഒരു അമ്രും ഒരു നഹിയും കൊടുത്തു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യരുത് എന്ന് പറഞ്ഞ അതിൽ ടെംപ്റ്റഡായി പോയി. അങ്ങനെയാണ് ഭൂമിയിലേക്ക് വരാനുള്ള കാരണം ഒരുങ്ങുന്നത്. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ചില ഇഷ്ടങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രണത്തിൽ ഒരു ആസ്വാദനമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ നിയന്ത്രണത്തിൽ ഒരു ആസ്വാദനമുണ്ട്. ഇപ്പം ഏതൊരു സുഹൃത്ത് അവൻ ആരാധിക്കുന്ന ഒരു ആരാധനത്തിലേക്ക് 2 ഇളനീര് ഒരു വടിയിൽ തൂക്കിയിട്ട് പോവാണ്. അപ്പോൾ ആചാര്യ ചോദിച്ചോലോ, അല്ല മോനെ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ അവൻ പോകുന്ന ആരാധനാലയത്തിൻ്റെ പേര് പറഞ്ഞു. എന്തിനാ ഈ തേങ്ങയും കൊണ്ടുപോകുന്നത്? തമാശ പറഞ്ഞതായിരിക്കും. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ തേങ്ങ അങ്ങോട്ട് നേർച്ചയാക്കിയാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മോനെവിടെ ഇരിക്കേ,
ഞാൻ മുസ്ലിമാണ്, ഞങ്ങൾക്ക് കള്ളുടിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് പലിശ പറ്റൂല, ഞങ്ങൾക്ക് വ്യഭിചാരം പറ്റൂല, ഞങ്ങൾക്ക് നുണ പറയാൻ പാടില്ല, ഞങ്ങൾക്ക് 5 നേരം നിസ്കരിക്കണം, നോമ്പൊലുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, ഇതൊക്കെ ചെയ്താലും കിട്ടുമെന്നൊരു ഉറപ്പില്ല. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഈ 2 തേങ്ങ ഉണ്ടായ സുഖം കിട്ടുമെന്നാണ് ഈ പറയണമെന്ന് വെച്ച്. അപ്പം പറഞ്ഞു എന്നാലും കൊടുവാൾ കൊണ്ടുവരും, നമുക്കത് പൊട്ടിച്ചിട്ട് 2 കഴിക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പൊട്ടിച്ച് കഴിച്ചു എന്നാ കഥ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം നിയമങ്ങൾ ഉണ്ട്. അത് ലോകത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇസ്ലാം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് യൂറോപ്യൻസിനായിരിക്കും, അല്ലെങ്കിൽ പടിഞ്ഞാറുകാർക്ക്. അവർ ഒരു പേപ്പറിന് ഒരു അനക്കത്തിന് നിയമമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. വളരെ സ്ട്രക്ചറിൽ ജീവിക്കണമെന്ന അവരുടെ ഫേമുകളാവട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, ഓർഗനൈസേഷനാകട്ടെ വളരെ കൃത്യമായ നിയമാവലികളിലൂടെ പോകുന്നവരാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഒരുപാട് വെസ്റ്റേൺസ് കടന്നു വരാൻ കാരണം. കാരണം അവർക്കിത് ശരിക്കും ബോധിക്കുന്നു, അത് ലോജിക്കലാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ശരിക്കും സ്ട്രക്ചറാണ്, കൃത്യമായ മാർഗരേഖ. അതുകൊണ്ട് മനുഷ്യന്റെ ഇഷ്ടം, ഹവാ എന്ന് പറഞ്ഞ വാക്കിനാണ് 2 ഹവ ഉണ്ട്. ഒന്ന് ഹവാ, എയർ, വായു, നമ്മൾ ശ്വസിക്കുന്ന സാധനം, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചല്ല. ഹവ, ഹ, വാവ്, പിന്നെ യാ പോലെ എഴുതുന്നൊരു അലിഫില്ലേ, അലിഫ് മക്സൂറ എന്ന് പറയും. ആ ഹവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്നത്, നിയന്ത്രണമില്ലാതെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ ചെറുപ്പക്കാർ, ന്യൂജൻ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളൊക്കെ പെട്ടുപോകുന്ന അവിടെയാണ്. ഇതിനെ നിയന്ത്രിക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. അവർക്ക് തോന്നുന്നത് ചെയ്യണം, അതിനാരും തടസ്സം നിൽക്കരുത്, അതിനാരും ഉപദേശവുമായിട്ട് വരരുത്. ലെറ്റ്സ് ഡു വാട്ട് വി വാണ്ട്സ്. ഞങ്ങൾക്ക് എന്തിനാ നിങ്ങൾ തടസ്സം നിൽക്കുന്നത്? ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് തിരിച്ചറിയുകയാണ് മുസ്ലിം. നമുക്കങ്ങനെ പാടുള്ളൂ. അതുകൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു മതത്തിനോ ഒരു നിയമത്തിനോ പിന്നെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനോ വിധേയപ്പെട്ട് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ അന്ത്യനാളില്ല എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുക. സ്വാഭാവികല്ലേ? കാരണം ചെയ്തതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്നതും ഒരു ഉത്തരവും പറയേണ്ടതില്ല, ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല, നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ, മരിക്കുന്നതോടുകൂടെ കഥ അങ്ങോട്ട് ക്ലോസ് ആവും, പിന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ, ഒരുപക്ഷെ വേണ്ടതുപോലെ എനിക്ക് ഫ്രീ ആവണം, എനിക്ക് ഫ്രീഡം വേണം എന്ന് പറയുന്നവരൊക്കെ അതിൻ്റെ പിന്നാലെ കൂടും. പക്ഷെ ഫ്രീഡം എന്ന് പറയുമ്പോഴും ശരീരത്തിൻ്റെ ഒരു സ്ലേവറിയിലേക്കാണ് അവർ പോകുന്നത് എന്നവർ തിരിച്ചറിയുന്നില്ല, അല്ലേ? ശരീരത്തിൻ്റെ ഒരു അടിമത്തത്തിലേക്കാണ് ഈ ഫ്രീഡം എന്ന് പറഞ്ഞു പോകുന്നത്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആവണ്ടേ, പക്ഷെ ഫ്രീഡം എന്ന് പറഞ്ഞ സംഗതി ലോകത്തില്ല. ഒരിക്കലും പറ്റില്ല. നമ്മളൊക്കെ എന്തോ ഷാറിലിരിക്കേണ്ടത്, നമ്മൾ അടുത്താളെ കുത്താൻ പറ്റുമോ? അടിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കൈ നീട്ടാനൊക്കെ ഉള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ അടുത്ത ആളുടെ മൂക്കിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആ കൈ വലിച്ചേക്കണം, അത്രേ നമുക്ക് ഫ്രീഡം ഉള്ളൂ, അല്ലേ? നമ്മുടെ കൈ നമുക്ക് നീട്ടാം, പക്ഷെ ആ മൂക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിർത്തണം. നമ്മുടെ ഫ്രീഡത്തിന് ലിമിറ്റുണ്ട്, എല്ലായിടത്തും ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ഇല്ലെങ്കിൽ കയോട്ടിക്, വളരെയധികം പ്രശ്നകലുഷിതമായൊരു ജീവിതമായിരിക്കും ലോകത്തുണ്ടാവുക. ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത്, ഒരാൾ പറയും എനിക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ എനിക്ക് ഓടിച്ചു പോകണം, എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാനൊന്നും ഇഷ്ടമല്ല, എനിക്ക് ലൈൻ പിന്നെ ഡിസിപ്ലിൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വൺ വേ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള റോഡിൽ എവിടെ ഒഴിവുള്ള ഞാൻ അതിൽ പോയി പോവും എന്നൊരാൾ പറഞ്ഞാൽ അത് ലോകത്ത് ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? സമ്മതിച്ചു കൊടുക്കാൻ ഒക്കുമോ? അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ? ഇപ്പുറത്ത് ട്രാഫിക് ജാമായി കിടക്കുക, അപ്പോൾ ഇപ്പുറത്ത് നല്ല ഒഴിവ് കാണുന്നുണ്ട്, അതിലെ വണ്ടി എടുത്തിട്ട് ഓപ്പോസിറ്റ് പോകാൻ പറ്റുമോ? പറ്റൂല. ഇത് ലോകത്തിൻ്റെ ഒരു അള്ളാഹു അങ്ങനെ ഉണ്ടാക്കിയത്. അള്ളാഹുവിൻ്റെ രീതി അതാണ്. ഒരു സിസ്റ്റം ലോകത്തുണ്ട്. സൂര്യചന്ദ്രനുകൾക്കൊക്കെ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഈ സോളാർ കലണ്ടർ ഇപ്പം നമുക്ക് ചെറിയ തണുപ്പിലേക്ക് വന്നല്ലേ, എന്തൊരു ചൂടായിരുന്നു ഒരു 2-3-4 മാസം മുമ്പ്. ഇപ്പം നമ്മൾ നല്ല കാലാവസ്ഥ, മനോഹരമായ കാലാവസ്ഥയിലേക്ക് വന്നു. ആ കൃത്യമായ കാലചക്രം തിരിഞ്ഞു വന്നു. അത് ഇന്ന ഡേറ്റിന് ഇന്ന സമയം മുതൽ വിൻ്ററാണ്, ഇന്ന സമയം മുതൽ ടെമ്പറേച്ചർ ഡൗൺ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ സ്നോയിങ് ആയിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഒരു സിസ്റ്റമാണ്. ആ കൃത്യമായ ഡേറ്റിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു.
അള്ളാഹു പ്രപഞ്ചത്തിന് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസനബിയെ ഈ ഖിയാമത്ത് നാളിൽ ഈമാനില്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ ജീവിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ കൂടെ നിങ്ങൾ ആരും കൂടരുതേ എന്ന് അള്ളാഹു അവിടെ തന്നെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് സംഭവം. ഇതില്ല, എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ എക്സാം ഇല്ല എന്ന് പറയുന്ന ചില ഹവയുടെ അടിമകൾ ഉണ്ടാകും, നിങ്ങൾ അവരുടെ കൂടെ കൂടരുത് എന്ന് സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോട്. അതായത് കർമ്മം ഇവിടെ വിന്യസിക്കുമ്പോൾ ആ കർമ്മത്തിന് പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് അതാണല്ലോ അതിൻ്റെ രീതി. നമ്മളോട് കർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഒരു ജോലിക്ക് ആളെ വിളിച്ചു, ആൾക്ക് ജോലി തീരുമ്പോൾ വേതനം കൊടുക്കണം, അത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ ശരീഅത്താ നമ്മുടേത്, അല്ലേ? വേതനമുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനിന് അള്ളാഹു പ്രോഗ്രാം ചെയ്തത്. അങ്ങനെയാണ്. നിങ്ങൾ പണിയെടുത്തോട് ഒരു സംഗതി കിട്ടൂല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? ആരെങ്കിലും പണിയെടുക്കുവോ? വിശക്ക തരാം, 5 പൈസ ശമ്പളം തരൂല എന്ന് പറഞ്ഞാൽ പണിയെടുക്കുവോ? ഇല്ല. ഇനി ശമ്പളം തരാമെന്ന് പറഞ്ഞാലും അത് ഒരു മാന്യമായ ശമ്പളമൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടൊക്കെ ഉഴപ്പും ആളുകൾ. എന്തേ? അത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ജസാ നൽകുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അള്ളാഹു പ്രതിഫലം കൊടുക്കും. വലിയ കാരുണ്യവാനാണ്. പക്ഷെ പിടുത്തം വിട്ട് കളിക്കുന്നവരെ അള്ളാഹ് ശിക്ഷിക്കുകയും ചെയ്യും. റഹ്മത്ത് വലിയ റഹ്മത്താണ്. ഒരു ഹസനത്തിനെ 10 അള്ളാഹു താല മാറ്റി കൊടുക്കുകയാണ്. ഒന്നിന് 70ഉം 70,000ഉം അതിലേറെയും അള്ളാഹു താല കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന വിധം തുലാസിൽ ഒരു നന്മയും ഒരു തിന്മയുമാണ് ഉള്ളതെങ്കിൽ ആ ഒന്നിന് 10 അള്ളാഹു കനം തൂക്കും. പക്ഷെ ഇവിടെ 10 ഒരു നന്മ ഉള്ളിടത്ത് 11 തിന്മ ചെയ്തിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം അത് റേഷ്യോയിൽ ഭയങ്കര വ്യത്യാസം വന്നു. അത് ഒരു നന്മയുടെ സ്ഥാനത്ത് 11 തെറ്റാ ചെയ്തിട്ടുള്ളത്. അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിച്ചിട്ട് പോലുമില്ല. പടച്ചോനെ എനിക്കൊന്ന് മാപ്പ് തരണേ എന്ന് പോലും റബ്ബിനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ റബ്ബിനോട് തൗബ ചെയ്തിട്ട് പോലുമില്ല. അങ്ങനത്തെ ആളുകളെ അള്ളാഹു ശിക്ഷിക്കും. കാരണം ഇത് തമാശക്ക് വിട്ട ലോകമല്ല. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അതുകൊണ്ട് ജോലിക്ക് പ്രതിഫലമുണ്ട്, അമലിന് ജസാ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജസാഇനെ കുറിച്ച് പറഞ്ഞത്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല, അല്ലേ? നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളെ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ അല്ലാഹു തആല ആനയിക്കും. ഇതൊക്കെ ഓരോ അമലിനും അല്ലാഹു തആല കൊടുത്ത പ്രതിഫലങ്ങളാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. നിങ്ങളുടെ തെറ്റുകൾ മിഥല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളമാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും. ഇതൊക്കെ പ്രതിഫലങ്ങളാണ്, ജസാവുകളാണ്. ഇതിന് ചെറിയ ചെറിയ വാക്കുകൾക്കാണ്, ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റുകൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് ജസാ മനുഷ്യനെയും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ആളുകൾക്ക് എന്ത് ചെയ്യണം? ശമ്പളം കൊടുക്കണം. അവരെന്ത് ചെയ്യരുത്? പറഞ്ഞു പറ്റിക്കരുത്. ശമ്പളം കൊടുത്തിരിക്കണം, ജസാ കൊടുക്കണം. ഒരു അമലിന് ജസാ കൊടുക്കണം. മുതലാളിമാരോടൊക്കെ ഒരു കാര്യം ഉണർത്തുകയാണ്. ജോലി കൊടുക്കുന്ന ആളുകൾ, എംപ്ലോയേഴ്സ്, ഓലൊരു പക്ഷേ നാട്ടുകാർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് ഇവർ പരിഗണിക്കേണ്ടത് സ്വന്തം എംപ്ലോയീസിനെയാണ്. അവനവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പണിക്കാർക്ക് ഒരു മാന്യമായ ശമ്പളവും അവർക്കൊരു സന്തോഷത്തിന് പെരുന്നാളോ റമദാനോ വിശേഷപ്പെട്ട ദിവസമോ വരുമ്പോൾ ഒരു ഇൻക്രിമെൻ്റ്, എന്തെങ്കിലും ഒരു അധികം, ഒരു സമ്മാനമായിട്ട് ഒരു 100-200 അവർക്ക് കൊടുക്കുന്നു. അതുപോലും കൊടുക്കാതെ അവരുടെയൊക്കെ ചങ്കിന് പിടിച്ചു വെച്ചിട്ട് നാട്ടുകാർക്ക് ലക്ഷങ്ങൾ വാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ഈ പാവങ്ങളുടെ അവരുടെ വിയർപ്പാണ്. അവരുടെ വിയർപ്പിൽ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്. അത് നമ്മൾ ഏറ്റവും അർഹിക്കുന്നത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന എംപ്ലോയീസിനെയാണ്. പിന്നെ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽപക്കങ്ങൾ, ഇതൊക്കെ ക്ലിയർ ചെയ്തതിൻ്റെ ശേഷമാണ് ആ സർക്കിളിൻ്റെ പുറത്തേക്ക് പോകേണ്ട കാര്യം തന്നെയുള്ളൂ. എപ്പോഴും ചെയ്യേണ്ട കാര്യം അതാണ്. റമദാനൊക്കെ വരുന്നുണ്ട്. റമദാന് ചില ആളുകൾ എന്ത് ചെയ്യും? ശമ്പളം പകുതിയൊക്കെ കുറക്കും. എന്നാൽ പണിക്ക് കുറവൊന്നുണ്ടോ? പണിക്ക് കുറവൊന്നുമില്ല, ടൈമൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷെ അതൊരു എഗ്രിമെൻ്റാണ്. നിങ്ങൾ അങ്ങനെ പരസ്പരം എഗ്രി ചെയ്ത വിഷയമാണ്, ഒരു കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്ന് നമുക്ക് അത്ര തരാൻ പറ്റുള്ളൂ. കൊറോണക്കൊക്കെ വെറുതെ ശമ്പളം കുറച്ച് ആൾക്കാരുണ്ട്, ജോലിയുണ്ട്, നല്ല ബിസിനസ് വന്നിട്ടുണ്ട്. ബിസിനസ് ഇല്ല, തളർന്നു പോയതിനെ കുറിച്ചല്ലേ പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനുഷ്യന്മാർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, അല്ലേ? പക്ഷെ അല്ലാത്തതിൽ പിടിച്ചു വെക്കുക, സ്വന്തം കടപ്പാടുള്ളവരുടെ ജസാഇനെ പിടിച്ചു വെക്കുക, എന്നിട്ട് ഇപ്പുറത്ത് വാരിക്കോരി കൊടുക്കുക. എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ടൊരു പ്രതിഫലം കിട്ടൂല.
നമ്മൾ ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, അധ്വാനിക്കുന്ന ശരീരത്തിന് പ്രതിഫലം കൊടുക്കണം. അത് മാന്യമായ ശമ്പളവും അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ആർക്ക് വെച്ച വാരിക്കൂരി കൊടുത്തോ. പക്ഷെ ഔലവീയ പ്രാധാന്യം ഇവർക്കാണ്. എന്തിന്? അവർ നിങ്ങൾക്ക് അമല് ചെയ്യുന്നവരാ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരല്ലേ. അവരുടെ ജസാ നിങ്ങളുടെ മേൽ അള്ളാഹു ബാധ്യതയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് കഴിച്ചിട്ട് മതി ബാക്കി വിഷയങ്ങൾ. ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അമലുകൾക്ക് ജസാ നൽകുന്ന ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ആ ദിവസത്തിനെയാണ് അസ്സാഅ എന്ന് വിളിച്ചത്. അതിനെയാണ് അള്ളാഹു അൽ യൗമുൽ ഖിയാമ, യൗമുൽ ജസാ, യൗമുൽ ഹിസാബ്, യൗമുൽ ത്വാമ്മ, യൗമുൽ സ്വാഖ, യൗമുൽ ഖാരിഅ, ഇതൊക്കെ വിളിച്ചത് ഖിയാമത്തിന്റെ പേരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻദിർഹും യൗമൽ ഹസ്റതി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. യൗമുൽ ഹസ്റ, ഖിയാമത്തിന്റെ ഒരു പേര് യൗമുൽ ഹസ്റ, സങ്കടപ്പെടുന്ന ദിവസം. വഅൻദിർഹും, നബിയെ കൃത്യമായ താക്കീത് കൊടുക്കണേ, കൃത്യമായ താക്കീത് നൽകണമേ. യൗമൽ ഹസ്റ, സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ഇദ് ഖുദിയൽ അംറു, അള്ളാഹു കാര്യങ്ങളെ തീരുമാനിച്ച് ഉറപ്പിച്ചു വെക്കുകയും കാര്യങ്ങളെ അള്ളാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച ഒരു ദിവസം യൗമുൽ ഹസ്റ വരാനുണ്ട് എന്ന് ജനങ്ങൾക്ക് ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കണേ നബിയെ. വഹും ഫീ ഗഫ്ല, ജനങ്ങൾ അശ്രദ്ധമായിരിക്കുമ്പോഴായിരിക്കും ഇത് വരുന്നത്. വഹും ലാ യുഅ്മിനൂൻ, അവരൊരു പക്ഷേ വിശ്വാസമില്ലാത്തവരായിരിക്കും. അങ്ങനെ ഒരു സംഗതി നടക്കുമോ? ഇത് പ്രപഞ്ചത്തിന്റെ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ലോകാവസാനം പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഒരു അനിവാര്യതയാണ്. മുഹമ്മദിന് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തു തോന്നുന്നുണ്ടല്ലേ? അതൊരു അനിവാര്യതയാണ്. എങ്ങനെ? ജനിച്ചു എന്നാണോ പറയുന്നത്? പിന്നെ മരണമുണ്ട് അല്ലേ? ജനിച്ചതിന് തുടങ്ങിയതിന് അവസാനിക്കും. ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങി, ആ വർഷം ഞാൻ നിൽക്കും. ആഴത്തിലൊന്നും ചിന്തിക്കേണ്ട, 10 മണിയാ നിർത്തുമെന്ന് പറഞ്ഞത്. യൗമുൽ ഹസ്റ, ജനിച്ചതിന് മരണമുണ്ട്, തുടങ്ങുന്നതിന് ഒടുക്കമുണ്ട്, ആരംഭത്തിന് അവസാനമുണ്ട്. ആരംഭമില്ലാത്തവനാണ് അള്ളാഹു, അതുകൊണ്ട് അള്ളാഹുവിന് അവസാനമില്ല എന്ന് പറയാം. അള്ളാഹുവിന് ആരംഭമില്ല. ആരംഭിച്ചു എന്ന് പറയാൻ വയ്യ, അത് സൃഷ്ടികളുടെ സ്വഭാവമാണ്. അപ്പോൾ പണ്ട് അള്ളാഹു എന്തായിരുന്നു എന്ന ചോദ്യം പോലും പ്രസക്തമല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം സമയം ഉണ്ടാക്കിയവനാണ് അള്ളാഹു. അങ്ങനത്തെ റബ്ബിനോട് കഴിഞ്ഞ കാലം എന്ന പദപ്രയോഗം പോലും അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്നില്ല. സമയം ഉണ്ടാക്കിയത് പടച്ചവനല്ലേ. അങ്ങനത്തെ റബ്ബിനോട് ഇന്നലെ എന്തായിരുന്നു, മറ്റന്നാൾ എന്തായിരുന്നു, 5 ബില്യൺ ഇയേഴ്സ് ബാക്ക് എന്തായിരുന്നു? അള്ളാഹ് ഉണ്ടാക്കിയ സാധനത്തെക്കുറിച്ച് എന്താ അള്ളാഹിനെ പറ്റി ചോദിക്കുന്നത്? അള്ളാഹു സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് അള്ളാഹുവിന് അവ്വലുമില്ല, ലാ അവ്വല വല ആഖിർ, ഹുവൽ അവ്വലു വൽ ആഖിർ. പ്രപഞ്ചം ഉണ്ടായതാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തിയറി. പ്രപഞ്ചം ഉണ്ടായതാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നൊരുപാട് ചർച്ചകളുണ്ട്. അതിൽപ്പെട്ട വൺ ഓഫ് ദ മോസ്റ്റ് ഡിബേറ്റഡ് ടോപ്പിക്കാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ബിഗ് ബാങ് ശരിയല്ല എന്ന് പറയുന്ന ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അതൊരു തിയറിയാണ്. ശരിയാവാം, അല്ലാതിരിക്കാം. ആരും കണ്ടിട്ടില്ല 17 ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അല്ലാതെ 17 ആയിരുന്നു അല്ല 16 ആയിരുന്നു തിരുത്താൻ ഒരു മനുഷ്യനും പോകൂല. എന്തേ? ആരും അതിനെ വിറ്റ്നസ് ചെയ്തിട്ടില്ല. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. അവരുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പോ അള്ളാഹു മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ടില്ല. മനുഷ്യനെ അള്ളാഹു കാണിച്ചു കൊടുക്കാത്ത സംഗതിയാണ്. പിന്നെ നമ്മളെങ്ങനെ വിറ്റ്നസ് ചെയ്യുക? നമ്മളിങ്ങനെ തിരുത്താൻ പോവുക. അപ്പോൾ അവർ പറയും 17 ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചു. ഓക്കെ, അത് 19 25 അതൊന്നും നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. സയൻസ് അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് അങ്ങനെ ഒരു ടൈം പീരീഡ് പറയുന്നു. മേ ഓർ മേ നോട്ട് ബി ട്രൂ. ഇപ്പം നമ്മൾ 7 ബില്യൺ മനുഷ്യന്മാർ ലോകത്തുണ്ടെന്ന് പറയും. അല്ല, ഇത്ര 7 ബില്യൺ, ഇത്ര ലക്ഷം, ഇത്ര 1000, ഇത്ര 543 കുട്ടികളാണ് ഇപ്പോൾ ജനുവരി 1-ന്. എവിടെ? ആ ജനുവരി 1-ന് തന്നെ 1000 കുട്ടികൾ വേറെ ജനിച്ചിട്ടുണ്ടാവും. അതേ സമയത്ത് അതൊന്നും കാൽക്കുലേഷനിൽ വരില്ല. അങ്ങനെ മനുഷ്യൻ ചെയ്യാൻ പറ്റൂലല്ലോ. ലോകത്ത് കൃത്യം കണക്കെടുക്കാൻ പറ്റുമോ?
അതൊക്കെ നഴ്സറിയിൽ നിന്ന് ടീച്ചർമാർ വന്നിട്ട് കാനേഷന്മാർ കണക്കെടുക്കുമ്പോഴേ കൃത്യമായ വിവരം കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ടാവും. പേരിൽ 10 കുട്ടികളുണ്ട്, ഇവിടെ 2 കുട്ടികളുള്ളൂ മോനെന്ന് പറഞ്ഞാൽ ഓക്കെ, ആ കുട്ടികളെ പേര് പറഞ്ഞു നിൽക്കുക. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കും പേര്. എന്ത് ചെയ്യും? കണക്കുകൾക്ക് അത്രയേ ഉള്ളൂ, അതിനൊക്കെ അത്രയും വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. അത് അങ്ങനെ ആക്യുറേറ്റ് ആണ്. അതിൽ മരണം സംഭവിക്കുന്നില്ലേ? എത്ര മരണം സംഭവിക്കുന്നുണ്ടാവും, എത്ര മൾട്ടിപ്പിൾ ജനനം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിനെ വെച്ചിട്ട് അവർ കണക്ക് ക്ലോസ് ചെയ്യും. ഈ കുട്ടിയുടെ ജനനം കൊണ്ട് നമ്മൾ ഇത്ര നമ്പർ കംപ്ലീറ്റ് ചെയ്തു. പല സെൻസസുകളും അങ്ങനെ ഒക്കെ റാൻഡം കണക്കുകളാണ്. ആയിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമല്ല, അതൊക്കെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചമുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അദുദാ. നബിയെ, ഈ 2 വിഷയങ്ങളിലും പിഴപ്പിക്കാൻ വരുന്നവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കൂ. ലോകത്ത് 2 സിദ്ധാന്തങ്ങളാണ് മനുഷ്യനെ ചിന്തിപ്പിച്ചത്. ഒന്ന്, ഞാൻ എവിടുന്ന് വന്നു, ഈ പ്രപഞ്ചം എവിടുന്ന് വന്നു. ഇത് മനുഷ്യനെ എന്നും ചിന്തിപ്പിച്ചൊരു വസ്തുതയാണ്. മനുഷ്യൻ ചിന്തിച്ചിരിക്കും. ചിന്താശേഷിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന 2 പ്രധാന വിഷയങ്ങൾ ഇതാണ്. വേർ ഡിഡ് ഐ കം ഫ്രം? ആരെന്നെ പഠിച്ചത്? ഞാൻ എന്തിനു വന്നു? പിന്നെ where did the world come into being? ഇത് എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഈ 2 വിഷയത്തിലും പിഴപ്പിക്കുന്നവർ വരും. അതിനെ പിന്തുടരരുത് നബിയെ. നോക്കണം, 2 സിദ്ധാന്തങ്ങളാണ് ലോകത്ത് സൂപ്പർസീഡിങ്. ഒന്ന്, ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ, പരിണാമ സിദ്ധാന്തം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന തത്വങ്ങൾ. പിന്നെ ഈ പ്രപഞ്ചമുണ്ടായത് ബിഗ് ബാങ്ങിലൂടെയാണ്. ഈ 2 സിദ്ധാന്തങ്ങൾ പിടിച്ചിട്ടാണ് നിരീശ്വരവാദികൾ രംഗത്ത് വന്നത്. ഖുർആൻ പറയാ, ഈ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും പിഴപ്പിക്കുന്നവരെ വരും നബിയെ. ഇത് 2 അല്ലേ ലോകത്ത് നടക്കുന്നുള്ളൂ. മനുഷ്യനുണ്ടായത് കുരങ്ങെന്നാന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല എന്ന് പറയും. അത് ശാസ്ത്രം അതിനെ ക്രോസ് ചെയ്യാണ്. മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അത്. അങ്ങനെ ഒരിക്കലും ബ്രെയിൻ തല ഡെവലപ്പ് ചെയ്തിരിക്കാം, ശരീരം ഡെവലപ്പ് ചെയ്തിരിക്കാം, പക്ഷെ മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് പ്രോസസ്സിങ് അതൊരിക്കലും ഈ ഒരു സർവൈവൽ കൊണ്ടുണ്ടാകുന്ന സംഗതിയല്ല. അതിന് സാധ്യമല്ലെന്നാണ് ഖുർആൻ പറഞ്ഞു, ലതർകബുന്ന തബഖൻ അൻ തബഖ്. നിങ്ങൾ യു വിൽ ബി ഗ്രാജ്വലി അഡ്വാൻസിങ്. മനുഷ്യൻ പതിയെ പതിയെ പുരോഗതിയിലേക്ക് കടന്നു വരുന്നവരാണ്. അപ്പം എന്താ, ഐഫോൺ 16 ഒരു 50 കൊല്ലം മുമ്പ് കണ്ടെത്തി കൂടായിരുന്നു? കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യും? ഇന്നത്തെ രീതിയിലുള്ള ഫ്ലൈറ്റുകൾ അന്ന് ഒരു 100, 200, 500 കൊല്ലം മുമ്പ് ഉണ്ടാക്കി കൂടായിരുന്നോ? മനുഷ്യന് പറ്റിയില്ല. മനുഷ്യൻ അതിൻ്റെ ബേസിക് വേർഷൻസ് കണ്ടെത്തി, പിന്നെ അതിനെ ഇമ്പ്രൂവ് ചെയ്തു, വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രയോഗം എത്ര നോക്കൂ. മനുഷ്യൻ്റെ തലച്ചോറ് റെഡിയാണ്, മനുഷ്യൻ റെഡിയാണ്, ഈ പ്രപഞ്ചത്തെ റിസോഴ്സുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ ടെക്നിക്കൽ സ്കിൽ, അത് അള്ളാഹു തന്നെ മനുഷ്യനെ ഇൻസ്പയർ ചെയ്യണം. അതിന് ചില ആളുകൾ എല്ലാവരും കള്ളുടിയന്മാരും പെണ്ണുപിടിയന്മാരുമായി ജീവിച്ച ലോകത്ത് വല്ല ഇൻവെൻഷൻസ് നടക്കുമായിരുന്നോ? എല്ലാവരും രാത്രിയായാൽ പിന്നെ 4 കാലിൽ നടക്കുന്ന മനുഷ്യന്മാരാന്ന് വിചാരിക്കുക. ആർക്കും ഒന്നും പഠിക്കുക, ഒരൊറ്റ കുട്ടി സ്കൂളിൽ പോകുന്നില്ല എന്ന് വിചാരിക്കുക, ഒരാൾക്കും പഠിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക. ലോകത്ത് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമോ? അള്ളാഹു ചില ആളുകളെ അതിനു വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റഡ് ആക്കി വെച്ചു. അപ്പോഴല്ലേ നമ്മൾ അനുഭവിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടായത്. ഇത് അള്ളാഹു ഗ്രാജ്വലി ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇത് ഒറ്റടിക്ക് തരൂല. അതിന് ചില ബേസിക് സ്റ്റേജുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ നോക്കിയൻ്റെ ആ പഴയ കട്ട ഫോണൊക്കെ നമുക്ക് ഓർമ്മല്ലേ? 3310 എന്തായാലും പേര് അല്ലേ? അത് കഴിഞ്ഞിട്ട് മെല്ലെ 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 ചെറിയ സ്ക്രീന് വന്നു. അപ്പോൾ സാംസങ്ങൊക്കെ അന്നുണ്ട്, ആരും മൈൻഡ് ചെയ്യൂല, നോക്കിയ മതി എന്ന് പറയും അല്ല. അങ്ങനെ കുറേ ഷോപ്പേര് നോക്കിയ സാംസങ്ങും വെച്ചിരുന്നുണ്ട്. ആ നീല സ്ക്രീനും നീല കളറൊക്കെ ഉള്ള സ്ക്രീനൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കിയ മതി. പിന്നെ നോക്കിയാണ്ട് ഔട്ടാവുന്നു. ആലോചിച്ച് നോക്കി, അംബാസഡറൊക്കെ ഔട്ടായ പോലെ ആരെയും വിചാരിച്ചോ? നമ്മളെ മന്ത്രിമാരൊക്കെ നടന്ന കാർ അപ്പോൾ കാണാൻ കിട്ടുമോ? ഒരു മ്യൂസിയത്തിൽ പോകേണ്ടി വരും. അപ്ഡേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഇപ്പുറത്ത് വേറെ കമ്പനികൾ ആ ഗ്യാപ്പിലേക്ക് കയറിയിരുന്നു. അങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു.
ഡെവലപ്പായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ സാധ്യതകൾ ഇനി വരാൻ പോകുന്നു, നമുക്ക് അൺപ്രഡിക്റ്റബിൾ, അങ്ങനെ പറയാം. നമുക്ക് പറയാൻ കഴിയില്ല എന്തൊക്കെ സംഭവിക്കുകയാണ്. ടെക്നോളജി എവിടം വരെ പോകും, AI കൊണ്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നു, ഒന്നും പറയാൻ പറ്റില്ല. കാത്തിരുന്ന് കാണാം, അങ്ങനെ പറയൂ. ഇത് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. ലതർക്കബുന്ന തബഖൻ അൻ തബഖ്. അതിൻ്റെ ആ ആയത്തിൻ്റെ മാനകളിൽ ഒരു മാന അതാണ്. നിങ്ങൾ ഗ്രാജ്വലി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യ സമൂഹത്തെ അങ്ങനെയാണ് അള്ളാഹു തആല പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ചിമ്പാൻസിയിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റൂല. ചിമ്പാൻസിന് വേറെ പലതും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ബനു ആദം, യാ ബനി ആദം, ആദം നബിയുടെ മക്കളെ എന്ന് ഖുർആൻ അഡ്രസ്സ് ചെയ്യുന്ന ഈ മനുഷ്യൻ സയ്യിദുന ആദം അലൈഹിസ്സലാം എന്ന പരിപൂർണ മനുഷ്യനായി അള്ളാഹു സൃഷ്ടിച്ച ലഖദ് ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആ സൂറത്തിലാണ് അള്ളാഹു ആദം നബിയെ പഠിച്ചത് എന്നല്ലാതെ ആദം നബി കുട്ടിയായിട്ട് വളർന്നതല്ല. ആദം നബിയെ ലോകത്തേക്ക് അയച്ചപ്പോഴുള്ള രൂപം ഏതാണോ അതേ രൂപത്തിൽ പടക്കപ്പെട്ട ആളാണ് ആദം നബി അലൈഹിസ്സലാം. അവിടെ സൂറത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ രൂപത്തിൽ എന്നൊക്കെ തെറ്റായി അർത്ഥം വെച്ചു, അങ്ങനെയല്ല. ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി, ആദം നബിയുടെ ആ രൂപത്തിൽ അങ്ങനെ പൂർണ്ണ മനുഷ്യനായിട്ട് ആദം നബി ലോകത്തേക്ക് വന്ന മഹാനാണ്. എങ്ങനെയല്ല കുട്ടിയായി ജനിച്ച് മീശ മുളച്ച് അങ്ങനെ വലിയ ആളായി വന്നതല്ല. പൂർണ്ണ മനുഷ്യനായി നബിയായി ആദം നബി എങ്ങനെ പ്രത്യക്ഷപ്പെട്ടോ അങ്ങനെ തന്നെ ആദം നബി അള്ളാഹു തആല പഠിച്ചിട്ടുള്ളത്. ആദം നബി സംസാരിച്ചു, ആദം നബിക്ക് ബുദ്ധിയുണ്ടായിരുന്നു, മലക്കുകളുമായി കോൺവേഴ്സ് ചെയ്തു, അവരുമായി സംഭാഷണം ചെയ്തു, മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, നബിയായിരുന്നു, സംസാരിച്ചിരുന്നു, ഭാഷയുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് അനുമാന ശാസ്ത്രം കൊണ്ടാണ് ഈ ആന്ത്രോപോളജി വർക്ക് ചെയ്യുക. അനുമാനിക്കുകയാണ്. കാരണം ഇങ്ങനൊരു ദൈവികമായ ഒരു സിദ്ധാന്തത്തെയോ ദൈവികമായ ഒരു അടിസ്ഥാന തത്വങ്ങളെയോ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അതെങ്ങനെ ഉണ്ടായതെന്ന് വെറുതെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണ്ട. പിന്നെ എങ്ങനെ ഉണ്ടായി, അപ്പോൾ അങ്ങനെ പറയും കാട്ടുതീ ഉണ്ടായി, അപ്പോൾ ചില മാനുകളൊക്കെ കാട്ടുതീയിൽ അങ്ങ് വെന്തുപോയി, അപ്പോൾ മനുഷ്യടുത്ത് തോന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, അപ്പോൾ തോന്നി എന്നാൽ വേവിച്ചു കഴിക്കണമെന്ന്. കുട്ടികളോട് പറയാൻ നല്ലത്, വലിയവരോട് പറയാൻ പറ്റുമോ ഈ കഥയൊക്കെ? അത്രയും കാലം മനുഷ്യന് തിന്നാൻ ഭക്ഷണമില്ലായിരുന്നോ? മനുഷ്യന് ഓരോ മരം പോയി കടിച്ചു നോക്കിയായിരുന്നു, തിന്നാൻ പറ്റുമോ പറ്റൂലേ? മരിച്ചു പോകൂലേ? വൈകുന്നേരം ആകുമ്പോഴേക്കും ഭക്ഷണം കിട്ടാണ്ടേ? വഅന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, ആദം നബിയെ നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും ഞാൻ തരും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിനിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഭക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും, നിങ്ങൾക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്താ കഴിക്കേണ്ടത്, കഴിക്കേണ്ടാത്തത്. പിന്നെ വെറൈറ്റികൾ ഉണ്ടാക്കാം, അത് വേറെ വിഷയം. അതുകൊണ്ട് ഈ പ്രപഞ്ച വീക്ഷണത്തിൽ മനുഷ്യന്റെ മുമ്പിൽ വരുന്ന രണ്ട് ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം ഖുർആൻ നൽകിക്കഴിഞ്ഞു. നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങളെ എങ്ങനെ പടച്ചു, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഇത് രണ്ടും പറഞ്ഞ സൂറയാണ് സൂറത്തുൽ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചത് അല്ലാഹുവാൻ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അലക്കിൽ നിന്നും പടച്ചതാണ് അല്ലാഹു. തീർന്നു. പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, മനുഷ്യൻ എവിടെ നിന്ന് വന്നു. ഡാർവിനിസവും വേണ്ട, ബിഗ് ബാങ് തിയറിയും അത് പിടിച്ചിട്ട് പടച്ചോനെ നിഷേധിക്കാൻ വരണ്ട. അതാ പറഞ്ഞത്. ആ തിയറി വെച്ചിട്ട് പടച്ചോനെ നിഷേധിക്കാൻ വരരുത്. ബിഗ് ബാങ് എവിടെ നിന്നുണ്ടായി എന്ന് പറയണം. അതിന്റെ കാരണം എന്ത്? അത് ഒരു ആക്ഷനാണ്. എവറി ആക്ഷൻ ഷുഡ് ഹാവ് എ റീസൺ. ആ റീസൺ എന്താണെന്ന് പറയൂ. ആ റീസൺ, അതിന്റെ പ്രൈം മൂവർ എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. ഇത് മനസ്സിലാക്കാൻ എന്തിനാ കുറെ ഡിബേറ്റ്? ഇത് മനസ്സിലാക്കാൻ വല്ല ഫിലോസഫിക്കൽ ഡിബേറ്റിൻ്റെ കാര്യമുണ്ടോ? അത്ര ഈസിയാണ് തൗഹീദ് മനസ്സിലാക്കാൻ. നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആയ കുറേ തീരൊക്കെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ആകെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് മൂസ നബിയെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഓര് പറയും ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹ്, അങ്ങനെ നിങ്ങൾ അവരുടെ പിന്നാലെ കൂടിയാൽ ഫതർദ, നാശത്തിലേക്ക് പോകും മൂസ നബിയെ, നാശത്തിലേക്ക് പോകും, നാശത്തിലേക്ക് പോകും. നാട്ടിൽ ഒരു ചെക്കൻ്റെ കഥ പറയാറുണ്ടല്ലോ, ഉണ്ടായ സംഭവം. ഏറ്റവും നല്ല ഇന്ത്യയിലെ പേരുകേട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് ഹോൾഡറായിട്ട് പാസ്സായിട്ട് USA ഏറ്റവും നല്ല പ്രീമിയം കമ്പനിയിൽ നിന്ന് ജോബ് ഓഫർ വന്നിട്ട് ആ ചെക്കന് ജോലിക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചെറിയ ഇടവേളക്കിടയിലാണ് ഒരു മുട്ടായി കൊടുത്തിട്ട് ആ ചെക്കനെ മയക്കുമരുന്നിനടിമയാക്കിയത്. ലൈഫ് അങ്ങോട്ട് പോയി. ഫത്തർദ, എക്സെപ്ഷണലി ബ്രില്യൻറ്റ് മോൻ,
നല്ല മാർക്കിൽ പാസ്സായ മോൻ, ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് എടുത്ത മോൻ, അതും USA ഇങ്ങോട്ട് ഇൻ്റർവ്യൂക്ക് വന്നിട്ട് അവന് ടിക്കറ്റും വിസയും എല്ലാം കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് 5-8 കൂട്ടുകാർ കൂടിയിട്ട് ഒരു ബീഹാരിൻ്റെ കയ്യിൽ മുട്ടായും കൊടുത്തിട്ട് മയക്കുമരുന്നിന് അടിമയാക്കിയത്. ആ ചെക്കനിപ്പോൾ തെണ്ടുകയാണ്, ഭ്രാന്ത് പിടിച്ച പോലെ. ഇപ്പം അടുത്താണ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് വരെ കിട്ടിയത്. ഫതർദ, നശിച്ചു പോകും ആ പറഞ്ഞത്. ഫതർദ, അങ്ങനെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ ഫതർദ, മനുഷ്യൻ നാശത്തിലേക്ക് പോകും. കാരണം ഈ ശരീരം നമുക്ക് എതിരാണ് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹളാകൻ നുസ്ഹ ഫത്തഹിമി. നമ്മുടെ ശരീരം നമുക്കെതിരാണ്. നമ്മുടെ ശരീരത്തിന് ആഗ്രഹമുള്ള പലതും ആഖിറത്തിലേക്കുള്ള നമ്മുടെ ലക്ഷ്യത്തിനെതിരാണ്. അതുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കണം. മനുഷ്യന് പല ആഗ്രഹങ്ങളുണ്ടാവും, പല തോന്നലും വരും. ഹിഫ്ള് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് എൻജിനീയറിങ് ചെയ്തിട്ടുണ്ട്. എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാം, ഇപ്പോൾ നല്ല മോനട്ടോ, ഒരു ഹാഫിളായിട്ട് ജോലി ചെയ്യുക, പള്ളിയിൽ ജോലി ചെയ്യുക. പക്ഷെ എന്നെ പറഞ്ഞു, എൻജിനീയറിങ് പഠിക്കുമ്പോഴേ പിടുത്തം വിട്ടുപോയി. കാരണം കൂടുതലുള്ളവരൊക്കെ ഇങ്ങനെ പാൻറ്റും കുപ്പായും ജീൻസൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ കന്തുറിട്ട കാര്യം ചെന്നത്. ഞാൻ പിന്നെ അതൊക്കെ നിർത്തി, ഖുർആന്റെ ദൗറ നിർത്തി. ഓതാൻ സമയം കിട്ടുന്നില്ല. കാരണം ലോകം ഭയങ്കര കളർഫുള്ളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്തെതൊന്നും അറിയാണ്ട് ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് പറയാം, അവസാനം നിസ്കാരം വരെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതിൽ നിന്ന് അള്ളാഹു എന്നെ പൊക്കിയെടുത്തു. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ തോന്നിപ്പോവും. ഇപ്പോൾ പള്ളി ദർസിലും എത്തിങ്ങാനയിലും കോളേജിലും അറബി കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളെ 2 ദിവസത്തെ ലീവിന് വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ വസ്വാസം ഉണ്ടാവും. ഞാൻ ഈ വെള്ളക്കുപ്പായം തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തിനാ നിൽക്കണത്? എൻ്റെ ഒപ്പല്ല കുട്ടികളൊക്കെ അതാ പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു. കുട്ടികൾക്ക് തോന്നും, സ്വാഭാവികമാണ്. അവരെ ആ രീതിയിൽ അവർക്ക് കൗൺസിലിങ്ങോ ആ രീതിയിൽ അവരോട് പെരുമാറുകയോ കോൺഫിഡൻസോ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികൾ പറയും, ഞാൻ നാളെ മുതൽ പോകുന്നില്ല എന്ന് പറയും. മനുഷ്യൻ കാണുന്ന ഈ ലോകം ഹവയുടെ ഒരു ലോകമാണ്, ഹവയുടെ ലോകമാണ്, ആഗ്രഹങ്ങളുടെ ലോകം. ആ ആഗ്രഹങ്ങൾ പച്ചയിൽ നടുറോട്ടിൽ നടക്കണമെന്ന് മനുഷ്യൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ, അല്ലേ? അതൊന്നും പറയാൻ മടിയില്ലായിരുന്നു. മടിയുള്ളൊരു കാലഘട്ടമുണ്ട്. ഇപ്പം മടിയില്ലാതായി മാറിയിരിക്കുകയാണ്. അത് സെലിബ്രിറ്റികളും പേരുകേട്ട ആളുകളും പെരുമുള്ള ആളുകളും വലിയ ബിസിനസ്മാൻമാരടക്കം മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പച്ചയിൽ അങ്ങോട്ട് തോന്നിവാസം പറയാ. കുടുംബ ബന്ധങ്ങളെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ, കുടുംബ മൂല്യങ്ങളെ, ഇതൊന്നും വിഷയമല്ല. ആഗ്രഹം നടക്കണം, എനിക്കതൊക്കെ ഇഷ്ടമാണ്, ഞാൻ തുറന്നു പറയുന്നു. അങ്ങ് തുറന്നു പറയരുത് എന്ന് പഠിപ്പിക്കല്ലേ മനുഷ്യനെ? മതങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യന്റെ ബുദ്ധിയും. ഈ ബുദ്ധി മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം. അങ്ങനെ പറയാൻ കഴിയുമോ? മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. മനുഷ്യൻ മൃഗത്തെ പോലെ ആകാൻ പാടില്ലല്ലോ. മനുഷ്യനും മൃഗവും ഉള്ള വ്യത്യാസം എന്താ? നമുക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയും. അത് മുസ്ലിമിന് മാത്രമുള്ള വിശ്വാസമല്ലത്. എല്ലാ മനുഷ്യനെയും മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത് the ability to distinguish between good and bad. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഈ വിശേഷ ബുദ്ധി ഒരു കൂട്ടർക്ക് ഇല്ലെങ്കിൽ അവര് മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു എന്ന് പറയേണ്ടി വരുന്നു. മനുഷ്യന്റെ ഹവ, മനുഷ്യന്റെ ശരീരത്തിന് തോന്നുന്നത് ചെയ്യുക, ഇതാണ് ഹവ എന്ന് പറയുന്നത്. വത്തബഅ ഹവാ ഫതർദ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, ഉമ്മ ഉപ്പ എന്നെ നിയന്ത്രിക്കരുത്. ഐ ആം സീക്കിംഗ് ആഫ്റ്റർ മൈ ഹാപ്പിനെസ്. എൻ്റെ ആഗ്രഹമാണ് ഞാൻ നടത്തുന്നത്. എനിക്ക് അവളെ ഇഷ്ടമാണ്, ഇവളെ ഇഷ്ടമാണ്, ഇവനെ ഇഷ്ടമാണ്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, എന്നെ ആരും തടഞ്ഞു വെക്കരുത്, ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കുന്നു. മോളെ, നമുക്ക് ഹാപ്പിനെസ് വേണം, പക്ഷെ ആ ഹാപ്പിനെസ് ഷുഡ് ബി ഇൻ ദ ബൗണ്ടറി സെറ്റ് ബൈ അല്ലാഹ്. ഇത് പഠിപ്പിക്കാനാണ് ഇസ്ലാം വന്നത്. നിയന്ത്രണം, സ്ട്രക്ചർ വേണം, ഡിസിപ്ലിൻ വേണം ലൈഫിന് എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ഫതർദ. ആ ഡിസിപ്ലിൻ എവിടെ ഇല്ലാതെയാകുന്നുണ്ടോ നിങ്ങൾ നാശത്തിലേക്ക് പോകും. 60,000-ഓളം വെപ്പാട്ടികൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്ന രാജാവിന്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ രാജാവാണ്. അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്ലാം അനുവദിച്ച വിഷയമാണ്. ഇസ്ലാം അനുവദിച്ചു. ഇന്ന് അടിമ സമ്പ്രദായങ്ങളില്ല, അതിനെപ്പറ്റി വല്ലാണ്ട് ഡ്രീം ചെയ്യാൻ നിൽക്കണ്ട, പോയി കഴിഞ്ഞിട്ടുണ്ട്. പഴയ കഥ പറയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പൂതി തീർന്നിട്ടില്ല.
അത് വെച്ചുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങൾ പറയാൻ നോക്കണേ, വല്ലാത്തൊരു അത്ഭുതം. മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് അഴിച്ചുവിട്ടാൽ അതിന് ബൗണ്ടറി ഇല്ല. ഒന്നോ രണ്ടോ മൂന്നോ നാലോ എന്നല്ല, 60,000 അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു രാജാവ്. അദ്ദേഹം പറയേക്ക് പൂതി തീർന്നിട്ടില്ല എന്ന്. എന്തേ? ആഗ്രഹത്തെ അഴിച്ചുവിട്ടു, നിയന്ത്രിച്ചില്ല. നേരെ മറിച്ച് നിയന്ത്രിച്ചു എന്ന് വിചാരിക്കുക. ആ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും മനുഷ്യന്റെ പൊട്ടൻഷ്യൽ ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങളിലേക്ക്, മനുഷ്യന് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ എൻഗേജ് ചെയ്യണം. അതല്ല ഇസ്ലാം പറയുന്നത്. നമ്മുടെ പൊട്ടൻഷ്യൽ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നും ഇസ്ലാമിന് വീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? ആരാ ഏറ്റവും ഖൈറായവൻ? 4 പെണ്ണെട്ടികൾ എന്ന് പറഞ്ഞ്, നിങ്ങൾ ഏറ്റവും ഖൈറായ ആളാരാ? അംഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ പുറത്തിറങ്ങി നടക്കുന്ന ആളുകളാണ്. മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ ഇറങ്ങണം. ഖൽഖുല്ലാഹി ഇയാലുഹു, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അള്ളാഹിന്റെ മക്കള് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് റബ്ബിന്റെ ആശ്രിതരാണ്. അതുകൊണ്ട് ഖൈറുഹും ലിഇയാലിഹി, അള്ളാഹുവിന്റെ ആശ്രിതർക്ക് ഗുണം ചെയ്യൂ. നിങ്ങൾ വെറുതെ ഇരിക്കരുത്. ഹാപ്പിനെസ് മീറ്റർ എന്നൊരു സംഗതി ഉണ്ട്. ഞങ്ങളൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യായിരുന്നു. ഇന്നലെയാണോ ചൊവ്വാഴ്ച മിനിഞ്ഞാന്ന് 2 മണിക്കൂർ വർക്ക്ഷോപ്പ് ആണ്. UK നിന്ന് ട്രെയിനർ വന്നിട്ടു. അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദ വെൽ ബീയിങ് ഓഫ് മെൻ, പുരുഷന്മാരുടെ മനസ്സിനെ എങ്ങനെ സമാധാനം കണ്ടെത്താൻ, എങ്ങനെ അവരെ ആത്മഹത്യയിൽ നിന്ന് പ്രേരിപ്പിക്കാൻ കഴിയും. ഓരോ 3 മണിക്കൂറിലും മിനിമം 5 പേർ ആണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് UK എന്നാണ് കണക്ക്. ഓരോ 3 മണിക്കൂറിലും 5 ആണുങ്ങൾ വെച്ചിട്ട്. അപ്പം ഇതിന് കാരണങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറഞ്ഞു. അതിൽ എങ്ങനെ മനുഷ്യന് സമാധാനം കണ്ടെത്താൻ കഴിയും. ഇതിലിപ്പം ഒരു ഇസ്ലാമിക വീക്ഷണം അറിയുന്ന ആളുകൾക്ക് ഇതിലൊന്നും എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു ജനറലി വീക്ഷിക്കുന്ന ഒരാൾ, ഒരു റിസർച്ചർ, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലി എന്തൊക്കെ പരിഹാരങ്ങളുണ്ട് എന്ന് അവരന്വേഷിക്കും. അപ്പോൾ അതിൽ പറഞ്ഞ പരിഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ്. KMCCക്ക് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ, അബ്ഷിറു, സന്തോഷിച്ചോളൂ. നമ്മളറിയാതെ വലിയൊരു ഹാർട്ട് അറ്റാക്കും വലിയൊരു ആത്മഹത്യയിലേക്ക് പോകാനുള്ള ടെൻഡൻസിയെയും നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നു നമ്മൾ സോഷ്യൽ വർക്കുകളിൽ എൻഗേജ് ആകുമ്പോൾ. അത് വലിയൊരു ഘടകമാണ്. മനുഷ്യന് ഹാപ്പിനെസ് കിട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ വേണ്ടത് തവക്കുലാണ്. അതൊന്നും പോലും പറയാം, ആ ടേം അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി, പടച്ചവനെ, തവക്കുലാണല്ലോ ഈ പറയുന്നത്. സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക, ഓവറായിട്ട് നമ്മുടെ ബ്രെയിനിനെ എൻഗേജ് ചെയ്യരുത്. പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ വല്ലാത്തൊരു സംഭവമാണ്. മനുഷ്യൻ്റെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യാൻ പറ്റും. മൊബൈൽ അഡിക്ഷനെ സംബന്ധിച്ച് പറഞ്ഞു. കുട്ടികളൊക്കെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെയും മൊബൈലിൽ ഇങ്ങനെ നോക്കി, റീൽസ് ഇങ്ങനെ നോക്കി, ആ ഒരു ഭ്രാന്ത് ഉണ്ടെങ്കിൽ ബെഡ് ടൈം എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. സെറ്റിങ്സ് പോവുക, അതിലെ ആക്സസിബിലിറ്റി ആണോ ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആക്സസിബിലിറ്റിയിലേക്ക് പോവുക. ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റൈൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലാണോ കളർ ഫിൽറ്റേഴ്സ്, കളർ ഫിൽറ്റേഴ്സിലേക്ക് പോവുക. ആ കളർ ഫിൽറ്റേഴ്സ് എന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ടൈം മോഡിലേക്ക് മാറും. ഫോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഞങ്ങളൊക്കെ ഒരു 5 മിനിറ്റ് ചെയ്ത് നോക്കിയത്, ആ സാധനം നോക്കാൻ തോന്നണില്ല. അപ്പം ഞാൻ ബെഡ് ടൈം മോഡിലേക്ക് ആക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റാ, ഒന്നും കാണൂല. നമുക്കന്നെ ഫോട്ടോസ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറും, വീഡിയോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. കുട്ടികളൊക്കെ ഫോൺ വരെ വെച്ച് ഓടും. പിന്നെ നിങ്ങൾ വെറുതെ ചെയ്ത്, ചെറിയ മക്കളെ പറ്റിക്കാൻ പറ്റുള്ളൂ, മറ്റേതൊരു അവിടെ പോയിട്ട് ഓണാക്കും. അത് കളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായി ടെംപ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം നമുക്ക് അത്യാവശ്യ കോളുകൾ മാത്രം എടുക്കാൻ തോന്നുള്ളൂ. ഒരുപാട് ആപ്പുകളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്, നമുക്ക് തോന്നൂല. നമ്മുടെ മൈൻഡ് തന്നെ. നിങ്ങൾ വെറുതെ നോക്കി, ആക്സസിബിലിറ്റി പോയോ ഒന്ന് ചെയ്ത് നോക്കി. സെറ്റിങ്സ്, ഐഫോണിൻ്റെ കാര്യം ഞാൻ പറയണേ. കളർ ഫിൽറ്റേഴ്സ് പോവുക, കളർ ഫിൽറ്റേഴ്സ് ഓൺ ചെയ്യുക. ഓഫ് ചെയ്താൽ പഴയ പോലെ ആവും. കിട്ടിയോ? ഒരു പ്രാക്ടിക്കൽ സെഷൻ ആയിക്കോട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയോ?
നിങ്ങളെ കോളേജ് യൂട്യൂബൊക്കെ തുറന്നു നോക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റാ, അവിടെ ഇട്ടേച്ച് പോരും നമ്മൾ. മിനിമം ഉറങ്ങുന്ന സമയത്ത് രാത്രിയെങ്കിലും ഈ ഒരു ബെഡ് ടൈം മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന് ഫോൺ അഡിക്ഷൻ ഉണ്ടാവില്ല എന്നാ. ഇതൊക്കെ മനുഷ്യന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വത്തബഅ ഹവാ, മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ഉറങ്ങണം തോന്നുന്നുണ്ട്, നാളെ ജോലിക്ക് പോകേണ്ട ആളാണ്, പക്ഷെ ഇതിങ്ങനെ തോണ്ടിക്കിത്തിറുകയാണ്, നിർത്താൻ തോന്നുന്നില്ല. നമ്മളെ ഹവയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനർത്ഥം. അപ്പൊ പല ചിന്തകളും കയറി വരികയാണ്. നിയന്ത്രിക്കണം, ബ്രെയിനോട് സ്പീക്ക് ചെയ്യണം, എനിക്ക് നിർത്തേണ്ട സമയമാണ്, ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നത്, ഞാൻ കിടന്നുറങ്ങാൻ, വിശ്രമിക്കണം. പിന്നെ പുരുഷന്മാരോട് പറഞ്ഞ വിഷയം 8 മണിക്കൂർ നിർബന്ധമായി ഉറങ്ങിയിരിക്കണം എന്നാണ്. ആ 8 മണിക്കൂറിൽ 1 മണിക്കൂർ നഷ്ടമാകുന്നത് മിനിമം 12 വർഷത്തെ ഏജ് ഡിഫറൻസ് കാണിക്കുന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്കേതായാലും നടക്കൂല, നിങ്ങൾ എന്തായാലും നടക്കി. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഉറങ്ങും. നമുക്ക് യാത്രയും പോക്കും വരവൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കുളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പല പരിമിതികളുണ്ട്. എന്നാലും ഏറെക്കുറെയൊക്കെ പകലോ വണ്ടിയിലോ ഫ്ലൈറ്റിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പറ്റുമെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പ് 7 to 8 hours സ്ലീപ്പ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ നിർബന്ധമാണെന്നാണ് പറയണത്. പിന്നെ പറയണ പച്ച ഇലകൾ, ബ്രൊക്കോളി പോലെയുള്ള പച്ച വെജിറ്റബിൾസ്, പ്രോട്ടീൻസും പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറക്കാൻ, മറ്റ് ഹെൽത്തി ടിപ്സുകളും, എക്സസൈസ് 20 minutes എവറി ഡേ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോഴേ മനുഷ്യന്റെ മാനസികമായ അവസ്ഥകളെ സംബന്ധിച്ചൊക്കെ ഡിസ്കഷൻ വന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് വത്തബഅ ഹവ, മനുഷ്യന്റെ ചില ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചേ പറ്റൂ. അത് സ്ക്രീൻ അഡിക്ഷൻ ആണെങ്കിൽ പോലും ഈ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ മനുഷ്യന് സന്തോഷം കിട്ടുള്ളൂ. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിറ്റി സർവീസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുക. ഞാൻ എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ ഭക്ഷണം, എൻ്റെ കംഫർട്ട് സോൺ എന്നതിനപ്പുറം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഒരു ബംഗ്ലാദേശ് സഹോദരൻ, അല്ലെങ്കിൽ ഒരു അഫ്ഗാൻ സഹോദരൻ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായ നമ്മുടെ സഹോദരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ, അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സം ഇമ്പാക്ട് ഇൻ ഹിസ് ലൈഫ്, ഒരു സ്മൈൽ അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന വിധം ഒരു കൊച്ചു സഹായം, എന്തെങ്കിലും ഒരു നല്ല വാക്കുകൾ, ഒരു നല്ല ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുക. ഒറ്റയ്ക്ക് സ്ക്രീനിന്റെ ലോകത്ത് പോയിരുന്നാൽ ലോകം വേറെ ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ കാണുന്ന ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ട് നാട്ടിൽ വല്ല സദസ്സിലും പോയിരിക്കുമ്പോഴാണ് നാട് എവിടെയോ ഓടുന്നു, ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർ വേറെ ഏതോ ലോകത്താണ് ഓടുന്നത്. രണ്ട് ലോകമാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകൾ ഒരിക്കലും ഓഫ്ലൈനിൽ ഇരിക്കൂല. ഓലെപ്പോഴും ഇങ്ങനെ അവിടെ നിന്ന് ഇരുന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഫിസിക്കലി ഒരു സദസ്സിലിരിക്കുന്ന ആളും ഫിസിക്കലി എൻഗേജ് ആവുന്ന ആളുടെയും ലോകം വേറെയാണ്. അത് ഏറ്റവും സമാധാനമുള്ളൊരു ലോകമാണ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമായ ഏറ്റവും നല്ല ജോബാണെന്ന് ഇവർ റിസർച്ച് ചെയ്ത് പഠിക്കുകയാണ്. ഒരുപാട് സയന്റിസ്റ്റുകളുടെ റിസർച്ചുകളൊക്കെ അവതരിപ്പിച്ചു. തന്നെയല്ലേ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്താ നല്ലവർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് പ്രോമിസ് ചെയ്തത് ഹയാത്തൻ ത്വയ്യിബ, ലനുഹിയന്നഹും ഹയാത്തൻ ത്വയ്യിബ, സന്തുഷ്ടമായ ജീവിതം അള്ളാഹു ഈ ലോകത്ത് തരും എന്ന് പറഞ്ഞത് ആരാ? അൻഫഉഹും ലിഇയാലിഹി, അള്ളാഹിന്റെ പടപ്പുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ മണി, നിങ്ങളുടെ പിന്നെ കമ്മിറ്റ്മെന്റുകൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ ഇന്റർവെൻഷൻ, ഇതെല്ലാം ഒരാൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെറുതല്ല. അത് നമുക്കൊരുപാട്, ഇപ്പം നമ്മൾ ആളുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും, നമ്മുടെ ഒരുപാട് കംഫർട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്. നമ്മൾ കുടുംബത്തിനോ മക്കൾക്കോ കൊടുക്കേണ്ട സമയം നാട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും, ശരിയാണത്. പക്ഷേ അതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട്. കുടുംബത്തെ പറ്റി ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഫാറൂഖ് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പൊതുരംഗത്തുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ പ്രൈവസി, ഫാമിലി ടൈം എന്ന് പറഞ്ഞ സംഗതിയിൽ നിന്നാണ് ഇതൊക്കെ എടുത്തു കൊടുക്കുക. നമുക്ക് കുടുംബമൊക്കെ അല്ലേ, നമുക്ക് അവരുടെ കൂടെ ഇരിക്കാനും മക്കളുടെ കളി കാണാനൊക്കെ ഇഷ്ടമല്ലേ. പക്ഷെ ഇപ്പുറത്ത് വലിയ കമ്മിറ്റ്മെന്റ് കാണുമ്പോൾ നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യാണ്. ഇവിടെ കുറച്ചൊരു 5 മിനിറ്റ് ഇവിടെ കൊടുത്തിട്ട് ബാക്കി 10 മിനിറ്റ് നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. എന്തിന്? അത് മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ തെറിയൊക്കെ കേൾക്കേണ്ടി വരും, എന്നാൽ അതിലൊക്കെ രസമുണ്ടല്ലോ. പൊതുരംഗത്തേക്ക് ഇറങ്ങിയിട്ടല്ലേ കേൾക്കുന്നത്.
കുറേ എയറിലൊക്കെ നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ്. നിങ്ങൾ നോക്കി അറിയിട്ടാണത്. അത് മനുഷ്യന് ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചിട്ട് ആ പൊട്ടൻഷ്യൽ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം. ഗിവ് ഇറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി. ഈ നിയന്ത്രണത്തെ അവിടെ റിലീസ് ചെയ്യണം. അപ്പം നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടും. ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് നല്ല കാര്യങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടാവും. ചിലപ്പോൾ ചിരിയും കളിയും തമാശയും സ്പോർട്സും ഒക്കെ അതിലുണ്ടായിക്കോട്ടെ. ഹലാലായ എല്ലാ വിഷയങ്ങളും നമുക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹു നിർബന്ധമാക്കിയ ഫർളുകളെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അത് മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസ ലോകത്ത് നമ്മൾ ഈ മൊബൈലും പിടിച്ചിങ്ങനെ നടക്കുക, ജോലി മൊബൈല് എന്നൊക്കെ മാറിയിട്ടൊന്ന് ഇസ്ലാമിക് സെൻറ്ററിൽ വരിക. ഇവിടെ ഒരുപാട് പ്രവർത്തനം നടക്കാനുണ്ട്, ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്, ഒരുപാട് മാൻ പവർ വേണം. ഇവിടെ ഒരുപാട് കമ്മിറ്റികളുണ്ട്, ഓരോരോ ലിറ്ററേച്ചർ കമ്മിറ്റി, അങ്ങനെ സ്പോർട്സിന് വേറെ, മതവികാര്യത്തിന് വേറെ, രാഷ്ട്രീയ കാര്യത്തിന്, പബ്ലിക് റിലേഷൻസിന് വേറെ, ഒരുപാട് ഏരിയകൾ കിടക്കുകയാണ്. ഇതിലൊക്കെ ആളുകൾ വേണം, എൻഗേജ്മെൻറ്റുകൾ വേണം, നമ്മുടെ ചെറുപ്പക്കാർ വരണം. അല്ലാതെ ഒരു ഹാങ് ഔട്ട് നടന്നു പോയ ലോകത്ത് എന്തെങ്കിലും നടക്കുമോ? അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ പിൻപറ്റുക എന്ന് പറയുന്നത് വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തെ അതിജീവിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാമിന്റെ വഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فترداه. പിന്നെയാണ് വമാ തിൽക ബിയമീനിക യാ മൂസ, മുസനബി എന്താണ് ആ കയ്യിലുള്ളത് എന്ന് ചോദിക്കുന്ന ആ ഒരു മനോഹരമായ രംഗം അത് കഴിഞ്ഞിട്ടാണ് വടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നത്. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരുമായുള്ള ദഅവത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മക്കിയായ സൂറത്ത് എടുത്തു നോക്കിയാൽ 87 മക്കി സൂറത്തുകളുണ്ടെന്നാണ്. 87 27 114. ഖുർആനിലെ മൊത്തം സൂറകൾ 114. അതിൽ 27 സൂറകളാണ് മദീനയിൽ ഇറങ്ങിയത്. പക്ഷെ സൂറത്തുൽ ബഖറ മദീന സൂറയാണ്, നിസാ മദീന സൂറയാണ്, വലിയ വലിയ സൂറകളൊക്കെ മദീന. 27 സൂറകളാണ് മദീനത്ത് ഇറങ്ങിയത്. ബാക്കി 87 സൂറകളും മക്കിയായ സൂറകളാണ്. മക്കിയായ സൂറകളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ആശയങ്ങൾ നോക്കിയാൽ ഖിയാമത്ത് നാളിൻ്റെ ചർച്ചയാണ് ഉണ്ടാവുക. മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട്. നിസ്കാരം നോമ്പും ഒക്കെ ഫർളാണ്. മദീന കാലഘട്ടത്തിലല്ലേ 13 കൊല്ലം നിസ്കാര നിർബന്ധമായിരുന്നില്ല. അതല്ലേ അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ആദ്യത്തെ നുബുവത്തിന്റെ 13 കൊല്ലം സ്വഹാബികൾക്ക് നിസ്കാരമില്ല. നബി തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, സിദ്ദീഖ് നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ട്. നബി തങ്ങൾക്ക് തഹജ്ജുദ് വരെ അന്ന് ഫർളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് തങ്ങൾ നുബുവത്തിന്റെ ആദ്യഘട്ടം മുതൽ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഉമ്മത്തിന് ഫർളാക്കപ്പെടുന്നത് മദീന കാലഘട്ടത്തിലാണ്. ആ 13 കൊല്ലം പിന്നെ എന്തായിരുന്നു ഖുർആന്റെ ചർച്ച? അള്ളാഹു ഏകനാണ്, അള്ളാഹു ഉണ്ട്, പടച്ചവന്റെ കൂടെ വേറെ ആരാധിക്കപ്പെടുന്ന ഒരാളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരാളും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഷിർക്ക് ചെയ്യരുത്. പിന്നെ എൻ്റെ മുഹമ്മദ് നബി റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീനൊക്കെ നോക്കി തങ്ങളുടെ റിസാലത്തിനെ കുറിച്ചാണ് പറയാ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇത് നിങ്ങൾക്ക് അറിയിച്ചു തരലാണ് ഞങ്ങളുടെ ബാധ്യത. നിങ്ങൾ സ്വീകരിക്കുക, റിജക്റ്റ് ചെയ്യേ, ഇറ്റ്സ് അപ് ടു യു. ഞങ്ങൾ പറഞ്ഞുതരും. അത് എന്നും അന്നും എന്നും അങ്ങനെയാണ്, പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സ്വീകരിച്ചോട്ടെ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോട്ടെ. അത് ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ. സൂറത്തു യാസീൻ പരലോകത്തെക്കുറിച്ച് പറയും. സൂറത്തു യാസീൻ പിന്നെ മക്കിയായ സൂറകൾ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങളെക്കുറിച്ച് പറയും. ഖുർആന്റെ അവസാനത്തെ ചെറിയ ചെറിയ സൂറകളിൽ അധികവും സൂറത്തു നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹ്, അത് മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറയാണ്. പക്ഷെ ബാക്കിയുള്ള സൂറകളിൽ അധികവും മക്കി സൂറകളാണ്. മക്കി സൂറകളെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയും, പരലോകത്തെക്കുറിച്ച് പറയും, റിസാലത്തിനെ കുറിച്ച് പറയും, നബി തങ്ങളുടെ നബുവത്തിനെ കുറിച്ച് പറയും.
അതുകൊണ്ട് ഖിയാമത്ത് നാൾ അൽ ഖാരിഅതു മൽ ഖാരിഅ, ഖിയാമത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, പരലോകമാണ് ഖബർ എന്ന് പറയുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലെന്ന നരകമാണ്, അത് പരലോകത്തിന്റെ വിഷയമാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ സൂറയുടെ ഉള്ളിൽ പരലോകം, റിസാലത്ത്, തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച വരും. മുത്തുനബി തങ്ങളുടെ നബുവത്ത് അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വരും. പിന്നെ ആഖിറത്തെ കുറിച്ചുള്ള ചർച്ച വരും. ഈ 3 ചർച്ചകളും മക്കി സൂറത്തുകളുടെ പ്രത്യേകതകളാണ്. മദനി സൂറകൾ, മദീനയിൽ ഇറങ്ങിയ സൂറകളിൽ ഇതൊക്കെ വരും. പക്ഷെ മെയിൻ ചർച്ചാ വിഷയം നിയമങ്ങളായിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു ഏകനാണെന്നും മുത്തുനബി അള്ളാഹിന്റെ റസൂലാണെന്നും നാളെ മരിച്ചിട്ടൊരു ജീവിതമുണ്ടെന്നും ബോധ്യപ്പെട്ട ആളുകളോടെ നിസ്കരിക്കാൻ പറയേണ്ട കാര്യമുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരായി നിയമം ഇറക്കിയതെന്ന് ഒരു കഥയില്ല. ഒരു സർക്കുലർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓഫീസ് ബോയ് ഇങ്ങനെ എല്ലാവരും ഒപ്പിടിച്ച് കൊണ്ടിടക്കുകയാണ്. അല്ല കുട്ടി, ഇത് ആരുടെ നിയമമാണ്? അതൊന്നും അറിയില്ല. ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ആരാണ് മാനേജർ, ആരാണ് നമ്മുടെ എംപ്ലോയർ, ആരാണ് ഇതിൻ്റെ CEO അല്ലെങ്കിൽ COO, ആരാണ് ഇതിൻ്റെ MD? ആ മനുഷ്യനൊരു സർക്കുലർ കൊടുത്തയക്കുമ്പോൾ അതിന് വിലയുണ്ട്, അല്ലേ? അപ്പൊ ആൾ ആരാണെന്ന് ബോധ്യപ്പെടലാണ് ആവശ്യം. പിന്നെയാണ് നിയമം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നതുപോലെ ഈമാനും അഖീദയും എല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവസാനത്തെ 10 കൊല്ലത്തിനിടക്കാണ് അനന്തരാവകാശ നിയമം വരെയുള്ള നിയമങ്ങൾ, മദ്യനിരോധനം വരുന്നത്, പലിശ നിരോധിക്കുന്നത്, യുദ്ധനിർബന്ധമാകുന്ന വിഷയങ്ങൾ വരുന്നത്, സക്കാത്തും ഹജ്ജും എല്ലാം വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. അതുവരെ 13 കൊല്ലം ഈമാന്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്കിഞ്ഞത് പറയാൻ പറ്റൂല. ഞാൻ ഇപ്പോൾ 40 വയസ്സ് വരെ ഈമാൻ ഉറപ്പിക്കട്ടെ എന്നിട്ട് തുടങ്ങാൻ എന്ന് പറയാൻ പറ്റൂല. ടൈം കഴിഞ്ഞു. അങ്ങനെ ചില മുസ്ലിം നാമധാരികളുണ്ട്. 40 വയസ്സ് വരെ. ഞങ്ങളൊരു നാട്ടിൽ പോയി ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് വേഷന്മാരാ പള്ളിയിൽ. അപ്പോൾ ഇവിടെ എന്താ ചെറുപ്പക്കാരൊന്നും കാണില്ലല്ലോ, ഭയങ്കര അത്ഭുതമായി. ജുമുഅക്ക് ചെന്നപ്പോഴും വേഷന്മാർ, പള്ളിയിൽ നിറയെ വേഷന്മാർ. അപ്പം അന്വേഷിച്ചപ്പോൾ ഇവിടെ അങ്ങനെയാണല്ലോ, 40 കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്നാണ് ഓരോ വിശ്വാസം. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ കുട്ടിനെ കാണില്ല. അതൊരു പിഴച്ച വിശ്വാസമാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്, ജഹിലാണ്, വിവരമല്ല. പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് റിസാലത്തിന്റെ അനിവാര്യതയാണ് ആഖിറം, നാളെ പരലോകം എന്ന് പറയുന്നത്. ഇവിടെ അമല് ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. അമല് ചെയ്താൽ എന്ത് കിട്ടും? അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും, ജസാ തരും. ആ ജസാഇന്റെ ദിവസമാണ് യൗമുൽ ഖിയാമ. നീതി കിട്ടാത്തവർക്ക് അവിടെ നീതി ഉണ്ടാവും, പ്രതിഫലം ലഭിക്കാത്തവർ പ്രതിഫലം കിട്ടും. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, ഒരു പബ്ലിസിറ്റി പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ആ നന്മകൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിൽ വെച്ച്, പരലോകത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഹത്താ ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്തതൻ ഖാലൂ യാ ഹസ്റതനാ അലാ മാ ഫർവത്നാ ഫീഹാ. പരലോകമില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, പരലോകമില്ല എന്ന് പറഞ്ഞ് അവർ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഖിയാമത്ത് നാൾ വന്നെത്തുന്നത്. തഖുദുഹും വഹും യഖ്സിമൂൻ. യാസീനില്ലേ? തഖുദുഹും, പരലോക ആ ഖിയാമത്ത് നാൾ അവരെ പിടികൂടും. വഹും, ജനങ്ങൾ യഖ്സിമൂൻ, ഖുസൂമത്തിലായിരിക്കും, തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഖിയാമത്തുണ്ടോ ഇല്ലേ, പരലോകം വേണോ വേണ്ടേ? ഇപ്പോൾ ചർച്ച, മതം വേണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ച പോലെ പരലോകം വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയും ഡിബേറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൻ്റെ വിളംബരമെന്ന ഖിയാമത്ത് നാൾ പിടികൂടുന്നത്. അവർ പറയും, യാ ഹസ്റതനാ, ഞങ്ങളുടെ സങ്കടമേ, അലാ മാ ഫർവത്നാ ഫീഹാ. ഇങ്ങനൊരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും വായിച്ചില്ലല്ലോ, പഠിച്ചില്ലല്ലോ, ഞങ്ങൾ നോട്ട്സ് ചെയ്തെടുത്തില്ലല്ലോ, അറ്റൻഡൻസ് പോലും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഴ്ച വരുത്തിയല്ലോ എന്ന് അവർ സങ്കടപ്പെട്ട് കരയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. യാ അല്ലാഹ്, പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാൾ സംഭവിക്കും. വഖദ് നശറ റജുലാനി തൗബഹുമാ ബൈനഹുമാ. രണ്ടാളുകൾ ഒരു ക്ലോത്ത് കച്ചവടം ചെയ്യാണ്. അങ്ങനെ വസ്ത്രം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ യതബായിആനിഹി,
അവരൊരാൾ വിൽക്കുകയോ മറ്റൊരാൾ വാങ്ങുകയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് വലാ യത്വിയാഹു, അത് മടക്കി വെക്കാൻ പോലും നേരം കിട്ടൂല എന്നാ. ഖിയാമത്ത് അങ്ങനെ പെട്ടെന്നായിരിക്കും പ്രപഞ്ചത്തിന്റെ നാശം സംഭവിക്കുന്നത്. വലതഖൂമന്ന الساعة وقد انصرف الرجل بلبن لقحته فلا يطعمه. പാല് വാങ്ങി ഗ്രോസറി ചെയ്ത് പോവുമായിരിക്കും, അല്ലെ ഒട്ടകത്തിന്റെ പാല് കറന്ന് കുടിക്കാൻ വേണ്ടി ഒന്ന് ഇരിക്കാൻ നിൽക്കുമ്പോൾ പാല് കയ്യിലുണ്ട്, വായിലേക്ക് വെച്ചിട്ടില്ല, അന്നേരം ഖിയാമത്ത് നടന്നിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലതഖൂമന്ന الساعة وقد رفع أكلته إلى فيه فلا يطعمها. അത് ഭയങ്കര അത്ഭുതമാണ്. ഒരു ബർഗറൊക്കെ വാങ്ങി ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വായിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് ഖിയാമത്ത് സംഭവിക്കുന്നു. ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോഴേ ഒരു കാര്യം നമുക്ക് അങ്ങോട്ടോട്ടൊക്കെ ഉണർത്താലോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറേ ആളുകളുടെ മുമ്പിലൊക്കെ ആകുമ്പോഴേ, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിലോ അല്ലെങ്കിൽ കല്യാണ സദസ്സിലോ, നമ്മൾ അറിയാതെ നാവ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരു സമ്പ്രദായം ഉണ്ട് അല്ലേ. നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ നാവ് നീട്ടും പുറത്തേക്ക്. അത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ് സംഭവം. വായിലേക്ക് ഭക്ഷണം ഇടാണ്, അപ്പം നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ നാവ് കൂടെ പുറത്തേക്ക് വന്നിട്ട് മൂപ്പരെ വെച്ചിട്ടാണ് കയറ്റി വിടുന്നത്. അങ്ങനെ നാവ് കാണിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കൾച്ചറല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് ശ്രദ്ധിക്കുക, കണ്ടല്ലോ. അതുപോലെ ഭക്ഷണം ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നിട്ട് സംസാരിക്കുക, ഭയങ്കര മോശം. അത് പല്ലിൻ്റെ ഇടയിലും നാവിലൊക്കെ ഭക്ഷണം ഇങ്ങനെ കാണില്ലേ, അതെന്തൊരു വൃത്തികേടാണെന്നറിയോ. നമുക്കൊരു കുഴപ്പമില്ല, ചില ആളുകൾക്ക് അത് കൂളായിട്ട് എല്ലാ കഥയും പറയും, അങ്ങനെ കഴിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യരുതെന്നാണ്. ഭക്ഷണം വായ തുറയാതെ ചവച്ച് കഴിക്കണമെന്നാണ്. നന്നായിട്ട് ചവച്ചിട്ട് വായ തുറയാതെ ഭക്ഷണം ഒരാൾ കാണരുത് നമ്മൾ ചവക്കുന്നത്. അതുപോലെ ഭക്ഷണം നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാവ് നീട്ടരുത്. നാവ് നീട്ടാതെ എന്ത് ചെയ്യുക, വായിലേക്ക് എന്നാലും ഇടാം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മലയാളികളുടെ എല്ലാം കാണല്, എല്ലാവരും ചെയ്യുന്നവർ വേറെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇങ്ങോട്ടല്ല പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നബി തങ്ങൾ പറഞ്ഞ വിഷയം അതല്ല. ഭക്ഷണം വായയിലേക്ക് കൊണ്ടുപോകുന്നു, വായ തുറന്ന് വെച്ചിട്ടുണ്ട്, ഭക്ഷണം വെച്ചില്ല, അപ്പോഴേക്കും ഖിയാമത്ത് നാൾ നടന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ഗ്ലാസ് പാല്, ഒരു ചായ, കോഫിയൊക്കെ ആയിരിക്കാം, അത് കുടിച്ച് വായിലേക്ക് കുടിക്കാൻ വെക്കുന്നതിൻ്റെ മുമ്പ് അന്ത്യനാൾ സംഭവിച്ചിരിക്കും. കച്ചവടക്കാർ സാധനങ്ങളെ സെയിൽ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അന്ത്യനാൾ സംഭവിച്ചിരിക്കുന്നു. യാ അല്ലാഹ്. ഇന്ന ത്വറഫ സാഹിബിസ് സൂരി മുൻദു വക്കില ബിഹി മുസ്തഇദ്ദുൻ യൻദുറു ഹൗലൽ അർശ് مخافة أن يؤمر قبل أن يرتد إليه طرفه كأن عينيه كوكبان دريان. قال رسول الله صلى الله عليه وسلم. സയ്യിദുന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, സൂറെന്ന കാഹളത്തിൽ ഊതാൻ അള്ളാഹു നിശ്ചയിച്ച മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനവറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദൗത്യം കൊടുത്തത് മുതൽ സൂറെന്ന കാഹളത്തിൻ്റെ ആ ഒരു എഡ്ജിൽ, ആ ഒരു തുമ്പത്ത് ചുണ്ട് വെച്ച് കാത്തിരിക്കുകയാണ്. കണ്ണിങ്ങനെ നോക്കിയിട്ടൊന്ന് കണ്ണ് ചിമ്മുമ്പോഴേക്കും അള്ളാഹു തആലയുടെ നിർദ്ദേശം വന്നു പോകുമോ എന്ന് പേടിച്ച് കണ്ണു ചിമ്മാതെ സൂറിലേക്ക് വായ വെച്ച് കാത്തിരിക്കുകയാണ്, അത് ബ്ലോ ചെയ്യാൻ. മഹാനായ അള്ളാഹുവിൻ്റെ മലക്കും മുഖറബായ ഇസ്രാഫീലു അലൈഹിസ്സലാം. വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെപ്പോലെ തോന്നുന്ന രണ്ട് കണ്ണുകളാണ് ആ മഹാനായ മലക്കിനുള്ളത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇത് നടക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അലാമാത്തുൽ കുബറയും അലാമാത്തുൽ സുഗറയും ഒക്കെ സംഭവിച്ചതിൻ്റെ ശേഷമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവുണ്ട്. പക്ഷെ സംഭവം എന്താ പറയുക, ഈസാ നബിയൊക്കെ വന്നാൽ ആദ്യത്തെ 2 ദിവസം ഭയങ്കര ചർച്ചയായിരിക്കും ടിക്ടോക്കിലും അവിടെ ഇവിടെയൊക്കെ. പിന്നെ അത് നോർമലായിട്ട് മാറും. അപ്പം നമ്മൾ മറക്കും. പിന്നെ മനുഷ്യന്മാർ ടേക്ക് ഇറ്റ് ഈസി, ദജ്ജാൽ വന്നോ പോയോ, തീർന്നു. പക്ഷെ ഇതൊക്കെ ഖിയാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിമൈൻഡർ മനുഷ്യൻ മറന്നു പോകുന്നതാണ്. അതാണ് വിഷയം. നമ്മളൊരു വിഷയം വരുന്നത് വരെ ഭയങ്കര രസമായിരിക്കുമല്ലോ, വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ചില പാട്ടുകൾ റിലീസാകാൻ പോകുന്നു, ഇന്ന സിനിമ വരാൻ പോകുന്നു, അതിൻ്റെ റിവ്യൂ വരുന്നു, കുറേ ആൾക്കാർ ചർച്ച ചെയ്യുന്നു. വന്ന് മനുഷ്യന്മാർ അതിപ്പോൾ കഴിഞ്ഞു. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്സ്, അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ എന്ന് പറയും അല്ലേ. കേട്ട പാട്ടുകൾക്ക് നല്ല രസമുണ്ട്, കേൾക്കാത്ത പാട്ടുകൾക്ക് ഭയങ്കര രസമാണ് എന്നപോലെ കഥകൾ. അങ്ങനെ ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം, അപ്പോൾ കുട്ടികളൊക്കെ അറ്റൻഷനിലിരിക്കും.
ഉസ്താദോ ടീച്ചറോ കഥ പറഞ്ഞു, ഇതായിരുന്നു ഇപ്പം കഥ എന്ന് കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ആരംഭം ഭയങ്കര രസമായിരിക്കും, ഭയങ്കര വെയിറ്റിങ്ങും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ താനേ നമ്മുടെ സ്വതസിദ്ധമായ, ഇപ്പോൾ കൊറോണയൊക്കെ വന്നു, വല്ല ഓർമ്മയുണ്ടോ നമുക്കൊക്കെ എന്തായിരുന്ന അവസ്ഥകൾ. ഇസ്ലാമിക് സെൻ്ററൊക്കെ വരണമെങ്കിൽ മറ്റേ ടെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലായിരുന്നോ? മൂടിപ്പൊത്തി നമ്മൾ മാസ്കൊക്കെ ഇട്ട് ധരിച്ചിട്ട് എന്തൊരു ടെറിഫിക് സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ മറന്നില്ലേ? എത്ര പെട്ടെന്ന് മറന്നു അല്ലേ? അന്ന് ഭയങ്കര പടച്ചോനെ പേടി, ആഖിറൊക്കെ ഭയങ്കര ചിന്തയായിരുന്നു. ഇപ്പം പറയാം, അടുത്ത കൊറോണ വന്ന ആ ഷോപ്പ് ഞാൻ വാങ്ങും, ഈ ഷോപ്പ് ഞാൻ വാങ്ങും, ആ നേരത്തെ എല്ലാവരും ഇട്ടു, ഞാൻ ആരിട്ട് പോകാൻ നിൽക്കുന്നില്ല, എല്ലാവർക്കും തിരിഞ്ഞ് ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മറന്നു കഴിഞ്ഞു. എന്തൊക്കെ അവസ്ഥകൾ, ആരൊക്കെ നമ്മോട് വേർപിരിഞ്ഞു പോയി, എങ്ങനെയൊക്കെ മനുഷ്യൻ എന്തൊക്കെ സഫർ ചെയ്തു അല്ലേ? കോണിമ കയറിയിട്ട് ഭക്ഷണം കൊടുത്തതും, നായ്ക്കൂട്ടിൽ കൊടുക്കണ പോലെ പാത്രത്തെ കൊടുത്തതും, വടി കൊണ്ട് തോണ്ടിയെടുത്തതും പാത്രം, ആർക്ക് ജ്യേഷ്ഠന് തിന്നാൻ കൊടുത്ത ഭക്ഷണമായി. പെണ്ണുങ്ങൾ പറഞ്ഞു എൻ്റെ പെരയ്ക്ക് വരില്ലേ, ഞാൻ പോട്ടെ, ഞാനും കുട്ടികളും മരിച്ചു പോകും, നിങ്ങൾ വരില്ലേ എന്ന് പറഞ്ഞ് പോളോളം ഓടിക്ക് പോയതും എന്തൊക്കെ നടന്നു നമുക്ക് മറക്കാൻ. നമ്മുടെയും യമനിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തീനാളമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നാറുൻ യഖ്റുജു മിനൽ യമൻ യഹ്ശുറു الناس ഇല അർദിൽ മഹ്ശർ എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലേക്ക് ആളുകൾ പലായനം ചെയ്യുമെന്നാണ്, ജസീറത്തുൽ അറബിൽ നിന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്നാണ്. വേറെ എവിടെ നിൽക്കാൻ പറ്റൂല, അണക്കാൻ പറ്റാത്ത തീ വരും. അങ്ങനെയൊക്കെ ഇതൊക്കെ മനുഷ്യന്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്. ആ നടക്കുന്ന കാലത്ത് ഒരു മുഅ്മിനും ദുനിയാവിന്റെ മുകളിൽ ഉണ്ടാവില്ല എന്നാണ്. തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയം, ലോകാവസാനം സംഭവിക്കുന്നത് അല്ലാഹ് എന്ന് പറയാൻ ഇവിടെ ആളില്ലാത്ത സമയത്തായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭയാനകമായ അവസ്ഥകളൊക്കെ കാണാൻ അവസരം ഉണ്ടാകുന്നത് അവിശ്വാസികൾക്കായിരിക്കും. കാരണം അവരാണെന്ന് നിഷേധിച്ചത്. അല്ലാത്തവരൊക്കെ പീസ്ഫുൾ ഡെത്ത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് കാണാം. നമ്മൾ പോവാണ്, നമുക്കറിയാം അത് സംഭവിക്കാൻ പോവുകയാണെന്നുള്ളത്. മറ്റവർക്ക് നടക്കോ ഇല്ലെന്ന് സംശയമുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ കൺമുമ്പിൽ അല്ലാഹ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ അന്ത്യനാൾ സംഭവിക്കുക എന്ന്. അതിന് ഏറ്റവും സാധ്യതയുള്ള ദിവസം അന്നത്തെ ഒരു വെള്ളിയാഴ്ചയായിരിക്കുമെന്നാണ്. യാ അല്ലാഹ്, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ച അസ്തമിച്ചാൽ വെള്ളിയാഴ്ചയാണ്. കാസർകോട്ടുകാരാണ് കറക്റ്റ് പഠിച്ചത്. അത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്ന് ഇന്നത്തെ രാത്രിക്ക് പറയാം. നമ്മൾ മലപ്പുറത്തൊന്നും അങ്ങനെ പറയാറില്ല. നമ്മൾ വ്യാഴാഴ്ച രാത്രി എന്ന് പറയും. ശരിക്ക് കാസർഗോഡൊക്കെ ശരിക്കും നോട്ടീസിലൊക്കെ പണ്ട് അങ്ങനെ എഴുതുക, വേളുണ്ട് ബുധനാഴ്ച അസ്തമിച്ച വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച രാത്രി എന്ന്, വ്യാഴാഴ്ച രാവാണത് എന്ന പോലെ ഇന്നൊക്കെ ആണെങ്കിൽ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയിൽ ഇന്ന സമയത്ത് അവന്ന് പറഞ്ഞാൽ ഈ വ്യാഴാഴ്ച രാത്രിയാണ്. അപ്പോൾ രാത്രിയോടുകൂടെയാണ് ദിവസം ആരംഭിക്കുന്നത് ഇസ്ലാമിൻ്റെ കണക്ക് പ്രകാരം. മഗ്രിബോടുകൂടെ ദിവസം അവസാനിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അൽക്കഹഫ് ഓതൽ ഇന്ന് ഓതാം, നാളെ രാവിലെ ഓതാം, ജുമുഅക്ക് മുമ്പ് ഓതാം. ഇല്ലേ മഗ്രിബിൻ്റെ മുമ്പായിട്ടെങ്കിലും ഓതിയിരിക്കണം ഒരു അൽക്കഹഫ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നൂറും ബൈനൽ ജുമുഅത്തൈൻ, രണ്ട് ജുമുഅകൾക്കിടയിൽ അത് പ്രകാശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് പ്രകാശമാണ്. ഇരുട്ടത്ത് പ്രകാശം വേണ്ടേ? ഇരുളിൽ നടക്കണമെങ്കിൽ പ്രകാശം വേണം. അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, ആശ്വാസമാണ്, അത് നൂറാണ് എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. യൗമുൽ ജുമുഅ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ്. വഅദമുഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തരമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പം പിന്നൊരു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച എന്നല്ല, ഇപ്പം എന്താ തെളിവെന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മളെ ആരോടൊപ്പം തെളിവ് ചോദിക്കുക? ലോകത്തെല്ലാവരും, അമേരിക്കയിലിപ്പോൾ നേരം വെളുത്തിട്ട് പോലെ പറയുണ്ടാവുക, നാളെ നമ്മളൊരു ദിവസം, നമ്മൾ ഈ ഈസ്റ്റേൺ രാജ്യക്കാർ ഒരു ദിവസം മുമ്പിലാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇങ്ങോട്ട് കിട്ടും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു ദിവസം നഷ്ടപ്പെടുന്ന. കാരണം നമ്മൾ നേരത്തെ ദിവസമാവും നമുക്ക് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ, കിഴക്കൻ രാജ്യങ്ങളിൽ. അവർക്ക് വൈകിട്ടാണ് ആവുക. അവർ പടിഞ്ഞാറ് രാജ്യങ്ങളല്ലേ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച തന്നെ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെളിവുണ്ട്. അല്ലാത്തൊരു തെളിവ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അൽയൗമ തദാവലത്തിൽ അയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി ഞങ്ങൾ യാത്ര പിരിയുന്നതിൻ്റെ വളരെ ആഴ്ചകൾക്ക് മുമ്പാണ് തങ്ങളത് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഹിലിയ കാലത്ത് ദിവസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നൊരു പരിപാടിയാണ്. മുഹറമൊക്കെ വന്നു കഴിഞ്ഞാൽ, മുഹറം അള്ളാഹുവിൻ്റെ പവിത്രമായ മാസമാണ്, യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ജാഹിലിയ കാലത്ത് നിയമമുണ്ട്, അൺറിഷൻ ലോ.
പക്ഷെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ പ്രമാണിമാരങ്ങോട്ട് പറയും മുഹറം നമ്മൾ മാറ്റിയിട്ടുണ്ട്, മുഹറം അടുത്ത മാസം വരുന്നത്. അങ്ങനെ മാസങ്ങൾ, അതിനാണ് ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ. നസീ എന്ന് പറഞ്ഞാൽ അതാണ് മാസങ്ങളുടെ ക്രമം തെറ്റിക്കുക. അങ്ങനെ പറയാൻ ഭയങ്കര അനാർക്കിയല്ലേ അത്. സിയാദത്തുൻ ഫിൽ കുഫർ, അള്ളാഹ് പറഞ്ഞു ഇത് ദൈവനിഷേധം മാത്രമല്ല, അതിലും വലിയ കുറ്റമാണ് മനുഷ്യരുടെ സമയങ്ങളെ മാസങ്ങളെ ഡിസോർഡർ ആക്കുന്നത്. ഖുർആൻ പറഞ്ഞ വാക്കാണ്. അങ്ങനെയൊക്കെ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളല്ലേ ഖുതുബക്ക് ഇത് കൊടുക്കുന്നത്, തങ്ങളല്ലേ ഖുതുബ നിർവഹിക്കുന്നത്. അപ്പൊ തങ്ങൾക്കറിയേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്, തങ്ങൾക്കതറിയാം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അവിടുന്ന് പറഞ്ഞു, ഹദീസ് സ്വഹീഹായ ഹദീസാണ്, അൽ യൗമ തദാവലത്തിൽ അയ്യാമു കയൗമ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചയിടം മുതൽ 7 ദിവസങ്ങളായിരുന്നു, 12 മാസങ്ങളായിരുന്നു. ആ ദിവസങ്ങളിൽ കൃത്യമായ അള്ളാഹു വെച്ച ആ സിസ്റ്റത്തിലേക്ക് ഇന്ന് കൃത്യമായും ദിവസവും മാസവും കൃത്യമായും വന്നെത്തി നിൽക്കുകയാണ്. ഇനി ആരും ഇതുമ്മ കളിക്കാൻ പാടില്ല. അവിടെ മുതൽ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ എന്ത് തെളിവുള്ളത്? നാളെ തിങ്കളാഴ്ച ആയിക്കൂടെ? എന്താ തെളിവ്? ഒരു തെളിവുമില്ല. ചെയ്തു കഴിഞ്ഞാൽ ചരിത്രമൊന്നും നമുക്ക് ബാധക ല്ല വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മനുഷ്യന് അസ്വസ്ഥമായി പോകും. പല കാരണങ്ങളെയും പല വിഷയങ്ങളെയും മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞാൽ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ചില പവിത്രതകൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് വെള്ളിയാഴ്ചന്റെ പ്രത്യേകത എന്നറിയോ? വഹുവ അഅ്ലമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹാ വ യൗമിൽ ഫിത്ർ. ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും അള്ളാഹിൻ്റെ അടുത്ത് പവിത്രമാണ് വെള്ളിയാഴ്ച ദിവസം. സുബ്ഹാനല്ലാഹ്. ചെറിയ പെരുന്നാളിനേക്കാളും ബലിപെരുന്നാളിനേക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത് ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ച ദിവസം. ഫീഹി ഖംസു ഖിലാൽ, 5 കാരണങ്ങളാണ് അതിന് ഉള്ളത്. 5 വസ്തുതകൾ അതിന് കാരണങ്ങളാണ്. എന്തേ വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര അള്ളാഹു സ്ഥാനം കൊടുക്കാൻ കാരണം? ഖലഖല്ലാഹു ഫീഹി ആദമ അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് അപ്പോഴാണ്. വെള്ളിയാഴ്ച ദിവസമാണ് അത്ര ആദം നബിയെ പടച്ചത് അള്ളാഹു ജല്ല ജലാലു. ആദം നബി അലൈഹിസ്സലാം എത്ര അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തരമായ സ്ഥാനമുള്ള മഹാനാണ്. പിന്നെ പറഞ്ഞു ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വേണ്ടി ആദം നബിയെ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച ദിവസവും വെള്ളിയാഴ്ചയാണ്. അത് ഖിലാഫത്താണ്. അള്ളാഹു ശിക്ഷയാക്കി പറഞ്ഞയച്ചു എന്നതിനെ പറയാൻ പറ്റൂല. കാരണം ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ സൃഷ്ടികളെ ഉദ്ദേശിക്കുന്നുണ്ട്. മലക്കുകളെ നിങ്ങളെ അഭിപ്രായം എന്താ? പിന്നെ സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാം പടക്കുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞു ആദം നബിയുടെ ലക്ഷ്യം ഭൂമിയാണ്. ഭൂമിയിലേക്ക് വന്നു. വഫീഹി തുവഫിയ ആദം. നോക്കണം, ആ വെള്ളിയാഴ്ച തന്നെയാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം വഫാത്തായത്. ആദം നബിയുടെ വഫാത്ത് നടന്നതും വെള്ളിയാഴ്ചയാണ്. ജനിച്ചതും ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഹദീസിൽ 5 കാര്യങ്ങൾ. വഫീഹി സാഅത്തുൻ ലാ യസ്അലുല്ലാഹ ഫീഹൽ അബ്ദു ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. ആ വെള്ളിയാഴ്ച 1 മണിക്കൂർ സമയമുണ്ട്, ഒരു പ്രത്യേകമായ ഒരു ടൈം പീരീഡ്. ആ സമയത്തിനകം അള്ളാഹുവിനോട് ആര് എന്ത് ആത്മാർത്ഥമായി ഒരു മുഅ്മിനായ മനുഷ്യൻ ചോദിച്ചാൽ അള്ളാഹു നൽകിയിരിക്കും. ഭയങ്കര സംഭവമല്ലേ? ചോദിച്ചാൽ കിട്ടും. അത് അസറിൻ്റെ മഗ്രിബിൻ്റെ ഇടയിലാണ്. അത്രേ നമുക്കറിയുള്ളൂ. മഗ്രിബിനോട് ചേർന്ന് നിൽക്കുന്ന അവസാനത്തെ മണിക്കൂറാണ് എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അസ്ർ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയമാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അപ്പം നമ്മൾ ആലോചിക്കണം, വെള്ളിയാഴ്ച അസ്ർ മഗ്രിബിൻ്റെ ഇടയിൽ എന്താണ് ചെയ്യാൻ പോണത് എന്ന്. അത്രയും അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ദിവസമാണ്. 5-ാമത്തേത് വഫീഹി തഖൂമുസ് സാഅ. ഖിയാമത്ത് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഇൻഷാ അല്ലാഹ്. മാ മിൻ മലക്കിൻ മുഖറബിൻ, അല്ലാഹുവിൻ്റെ സാമീപ്യം നേടിയ അല്ലാഹുവിൻ്റെ മാലാഖമാർ,
വലാ സമാഇൻ വലാ അർദിൻ, ആകാശങ്ങളും ഭൂമിയും, വലാ റിയാഹിൻ വലാ ജിബാലിൻ, കാറ്റുകളും പർവ്വതങ്ങളും, വലാ ബഹ്രിൻ, സമുദ്രങ്ങളടക്കം, ഇല്ലാ വഹുന്ന യുഷ്ഫിഖ്ന മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പിറക്കുന്നത് പേടിച്ചു കൊണ്ടിരിക്കുന്നവരാൾ നടക്കുമോ എന്ന് എല്ലാവരും പേടിക്കുന്ന ദിവസമാണ്. മനുഷ്യരും ജിന്നുകളും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ പർവ്വതങ്ങളും മലക്കുകളും ആകാശവും ഭൂമിയും കാറ്റുകളും സമുദ്രങ്ങളും പേടിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം ഖിയാമത്ത് നടക്കുമോ എന്ന്. وَيَوْمَ يُنفَخُ فِي الصُّورِ فَفَزِعَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ. അങ്ങനെയാണ്. ആകാശ ലോകത്തുള്ളവർ പേടിക്കുന്ന ദിവസമാണ്. വസ്ത്രമില്ലാതെയായിരിക്കും ഖിയാമത്ത് നാളിലേക്ക് വരിക എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? യുഹ്ശറു النَّاسُ حُفَاةً عُرَاةً غُرْلًا, കാലിൽ ചെരുപ്പുണ്ടാവില്ല, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത വസ്ത്രമില്ലാത്ത രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ അത് മനുഷ്യർ വരുന്ന ഒരു രംഗമാണ്. ഖബറിന്ന് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷേ ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുന്നത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനാണ്. വഅവ്വലു മൻ യുക്സാ ഇബ്രാഹിമുൽ ഖലീലു അലൈഹിസ്സലാം. അങ്ങനെയുണ്ട്. തങ്ങളുടെ വല്ലിപ്പയാണ്. അതൊക്കെ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും. അമ്പിയാക്കന്മാർക്കൊക്കെ ഔലിയാക്കന്മാർക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇബാദത്തിനും അമലിനും അനുസരിച്ച് നാളെ വസ്ത്രമുണ്ടെന്നാണ്. വസ്ത്രം അണിയിക്കപ്പെടും ഖിയാമത്ത് നാളിൽ. പക്ഷെ വരുന്ന വരവിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് അമ്പിയാക്കന്മാർക്ക് അത് ബാധകമല്ല കേട്ടോ. അമ്പിയാക്കന്മാർ വസ്ത്രം ധരിച്ചവരായിട്ടാണ് വരുന്നത്. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രത്യേകം നബി തങ്ങൾ എടുത്തു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആയിഷ ബീവി ചോദിച്ചിരുന്നു, നബിയെ, അപ്പം മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ എന്ന് പറഞ്ഞു. ആയിഷ, അവിടെ അതൊന്നും നോക്കുന്ന സമയമല്ല. അങ്ങനത്തെ ഒരു സെക്ഷൽ അപ്പറ്റൈറ്റ് ഒന്നും ഖിയാമത്ത് നാളിൽ മനുഷ്യന് ഉണ്ടാവുക. ആ ഹോർമോൺസൊക്കെ മയ്യത്തായിട്ടുണ്ടാവും. മനുഷ്യൻ ഭീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. എന്നിട്ട് പറഞ്ഞു, അവ്വലു മൻ യുക്സാ ഇബ്രാഹിമുൽ ഖലീലു അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് വസ്ത്രം നൽകട്ടെ. അള്ളാഹു നമുക്ക് ഇസ്സത്തിൻ്റെ ആവരണം നൽകട്ടെ. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തുകൾ ഹദീസുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. റവാഹു മുസ്ലിം. മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ച ഹദീസിലാണിതുള്ളത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളെയും അവരുടെ ഉമ്മയെയും ഇഷ്ടപ്പെടുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അവരിഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി, ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവിടുന്ന് അരുളി ചെയ്തു. എന്താ പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്നത മൻ, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ലാ യഅ്മനു ജാറുഹു, അയാളുടെ അയൽവാസിക്ക് ഒരു സമാധാനവും ഇല്ല. ബവായിഖഹു, അയാളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്. ഗൾഫിലേക്ക് പോരാണ്, തിരിച്ചെത്തുമ്പോഴേക്കും മതിൽ കയറ്റി കുത്തോ, പേടിയാണ് അയൽവാസിനെ. അങ്ങനത്തെ അയൽവാസി എത്ര വലിയ നിസ്കാരത്താഴ്മ്പുണ്ടായാലും സ്വർഗത്ത് കിടക്കൂല. അയൽവാസിക്ക് അയൽവാസിയെ വിശ്വസിക്കാൻ പറ്റൂല. സ്വന്തം അയൽപക്കം നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അവിടേക്ക് വേസ്റ്റ് കൊണ്ടുവന്നിടും, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കും, അല്ലെങ്കിൽ നമ്മുടെ അതിര് തിരക്കും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെക്കും. എൻ്റെ അയൽവാസി എനിക്ക് ഉപദ്രവം ചെയ്യുമോ എന്ന് ആർക്കെങ്കിലും ഒരു അയൽവാസിയെക്കുറിച്ച് പേടിയുണ്ടെങ്കിൽ ആ അയൽവാസി സ്വർഗത്തിൽ കിടക്കൂല. അപ്പം നമ്മളങ്ങനെ ആവരുത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ അയൽവക്കത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മളെ കൊണ്ട് നമ്മുടെ അയൽവാസികൾക്കൊരു പ്രയാസം വരരുത്. അങ്ങനെ നമ്മുടെ അയൽവാസികൾക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്, സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഇസ്ലാം എന്നത് അമ്നാണ്, സമാധാനം കൊടുക്കുക. നിങ്ങളുടെ അയൽവാസി റിലാക്സ്ഡ്, എൻ്റെ അയൽവാസി അവിടെ ഉണ്ടല്ലോ. എത്ര അയൽപക്കങ്ങളുണ്ടെന്ന് അങ്ങനെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചിലരൊക്കെ പറയും ഒരു പ്രശ്നമില്ല, ഞങ്ങളൊരു വീട്ടുകാരെ പോലെയാണ്, സ്വന്തക്കാരെ
ആർക്ക് കയറ്റണം, ആടിനെ കെട്ടണം, വെള്ളം കൊടുക്കണം, ചെടികൾ നനക്കണം, ഇതൊക്കെ ചെയ്യും. ഒന്നും പറയേണ്ട കാര്യം പോലുമില്ല. ഞങ്ങൾ അങ്ങോട്ടും അങ്ങനെയാണ്, അവരിങ്ങോട്ടും ഇങ്ങനെയാണ് എന്ന് പറയുന്നൊരു സന്തോഷം. മാഷാ അല്ലാഹ്, അങ്ങനെയുണ്ട്. നല്ല ജ്യേഷ്ഠാനുജന്മാരുള്ള വീടുകളുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം വന്ന ചില രംഗങ്ങളുണ്ട്. ജ്യേഷ്ഠനും അനുജനുമുള്ള വല്ലാത്തൊരു അടുപ്പം, വല്ലാത്തൊരു സന്തോഷം. നമ്മളെ ഇംതിയാസ് സാഹിബ് അല്ല ഇരിക്കുന്നത്, അല്ല, അത് അനീസ് സാഹിബ്. ഓക്കെ, സോറി, അനീസ് സാഹിബ് സൗദി നിർത്തിയല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അനീസ് സാഹിബാണ്. അള്ളാഹു ബർക്കത്തിട്ട് നമ്മളെ പഴയ സുഹൃത്താണ്. ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്ന സൗദിയിൽ നിന്ന്. ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ, അതൊക്കെ വലിയ സന്തോഷമാണ്. നമ്മുടെ സുഹൃത്തുണ്ട് ഇംതിയാസ് സാഹിബ്. പെട്ടെന്ന് അനീസ് സാഹിബിനെ തന്നെ പോലെ തോന്നും. അദ്ദേഹം സൗദി. സോറി കേട്ടോ, ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. നല്ല അറിയണം. ചിലർ ചോദിക്കും അബുദാബി KMCCൻ്റെ മറ്റേ മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറിനെ അറിയില്ല ഉസ്താദെ? ഞാൻ പറയും അറിയായിരിക്കും, കണ്ടാലെന്ന് പറയും. കാരണം ഒരുപക്ഷെ പേര് കണ്ടാൽ നമുക്ക് അറിയില്ല, മുഖം കണ്ടാൽ അറിയും, പേരുകൊണ്ട് അറിയില്ല. എന്ത് ചെയ്യാനാ, പെട്ടുപോകാറുണ്ട്. ചിരിക്കുക എന്നല്ലാണ്ട് എന്തെങ്കിലും ചായ കുടിക്കുന്നൊക്കെ പറയാൻ നല്ലാണ്ട്. അപ്പം ദയവ് ചെയ്തിട്ട് പറയണം ഉസ്താദ് എൻ്റെ പേര് ഇന്നതാണ്. അപ്പം നമുക്കൊരു സമാധാനമാണ്, പിഴച്ചുപോലല്ലോ. നിങ്ങളൊക്കെ പെടില്ല അങ്ങനെ കല്യാണത്തിനൊക്കെ ചെന്നാൽ ഇത് എവിടുന്ന് റബ്ബെ കണ്ടത്? ദുബൈയിൽ നിന്ന് കണ്ടതാണോ, കോഴിക്കോട് നിന്ന് കണ്ടതാണോ, കുവൈത്തിൽ നിന്ന് കണ്ടത്, എവിടെ നിന്ന് വെച്ച് കണ്ട, ഉംറക്ക് കണ്ടതാണോ, ഒന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ അറിയുന്നൊരു കുടുംബമുണ്ട്, ഒരു തൃപ്പനച്ചിക്കാരാണ്, നമ്മുടെ തൃപ്പനച്ചിസ്ഥാൻ്റെ നാട്ടുകാർ. അവർ വലിയ മുഹിബ്ബീങ്ങളൊക്കെയാണ്. അവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അവർ സഹോദരങ്ങൾ ഒരുമിച്ചാണ് ബിസിനസ്, ജ്യേഷ്ഠനും അനുജനും. ഞാൻ ആലോചിക്കും, ജ്യേഷ്ഠനെ കണ്ടുകൂടാത്ത എത്ര അനുജന്മാരുള്ള കാലമാണ്, അനുജനെ കാണാൻ പിന്നെ പറ്റാത്ത എത്ര ജ്യേഷ്ഠന്മാർ. അങ്ങനെയൊക്കെയുള്ളൊരു ലോകത്ത് ഈ സ്നേഹബന്ധം എന്ന് പറഞ്ഞ് ഭയങ്കരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തിലും ഒരുമയിലും അള്ളാഹു നമ്മളാക്കി തരട്ടെ എപ്പോഴും. ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ആര് പ്രവേശിക്കൂല? മൻ, ഒരാൾ. ആളല്ല, ആരെയാണോ പേടി ആ അയൽവാസി, അവർക്ക് സ്വർഗത്തിൽ കടക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ഫ്ലാറ്റിലാണെങ്കിലും അപ്പാർട്ട്മെന്റിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വില്ലയിലാണെങ്കിലും അയൽപക്കത്തിന് ഹഖുൽ ജാർ, അയൽപക്കത്തിന് ഒരു കടപ്പാടുണ്ടെന്നാണ്. അത് നമ്മൾ കഴിവിനനുസരിച്ചാണ്. അയൽപക്കത്തിന്റെ കടപ്പാട് ഓരോ സൈഡിലും 40 വീടുകൾ വരെ വരും. നിങ്ങൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടെന്ന് വിചാരിക്കുക, വലിയൊരു കല്യാണം വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള ഓരോ ഏരിയയിലും 40 വീടുകളെ കവർ ചെയ്യുക. എന്നിട്ട് പിന്നെ നാട്ടുകാർക്ക് നോട്ടീസ് അടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിൽ കല്യാണം കുടിരിക്കലെന്തോ നടന്നതാ. ആ സാധു 10,000 ആളെ പ്രതീക്ഷിച്ചത്. അതിലേതോ ഒരു വിളവൻ ഒരു വാട്സപ്പ് മെസ്സേജ്, നാട്ടുകാരെ നിങ്ങളെല്ലാവരും കണ്ട് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും വരണട്ടോ എന്ന് പറഞ്ഞ് മൂപ്പരെ പേര് ചെയ്തിട്ട് ആ പരിപാടിന് കൊളായി. 10,000 പേരിൻ്റെ അടുത്ത് 25,000 ആൾ വന്ന് എന്ത് ചെയ്യും? പക്ഷെ എല്ലാവർക്കും നെയ്ച്ചോറും കോഴിക്കറി മൂപ്പര് കൊടുത്തുട്ടോ. നല്ല മനുഷ്യനാണ്, ആരും വെറുതെ വിട്ടില്ല. പക്ഷെ ഭംഗിയിൽ നടക്കേണ്ട ഒരു പരിപാടി ഒരു വളവൻ ഒരു പണിയെടുത്തതാ, മൂപ്പര് അറിയുക പോലും ഇല്ല. അപ്പോൾ നിങ്ങളെ വലിയ പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം നമ്മുടെ 40 അയൽപക്കങ്ങൾ എന്ന് പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള 40, ഇല്ലെങ്കിൽ റൈറ്റിലും ലെഫ്റ്റിലും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ അങ്ങനെ വീടുകളുടെ ഏരിയയാണ്. 40 വീടുകൾ വരെ നമുക്ക് ഹക്കുള്ള വിഷയങ്ങളാണ്, അവരോട് കടപ്പാടുണ്ടെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തൊക്കെ കൂട്ടി വിളിച്ചോളൂ. അയൽപക്കത്തിന് ഭയങ്കര ബന്ധമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് വന്ന അയൽവാസിയുടെ കടപ്പാടുകളെ സംബന്ധിച്ച് പറഞ്ഞു പുണ്യനബി തങ്ങൾ പറയാ, മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. അയൽവാസിയോട് കടപ്പാടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിപ്പോയി, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൽ എൻ്റെ മക്കൾക്ക് അവകാശമുള്ള പോലെ എൻ്റെ അയൽവാസിക്ക് അവകാശമുണ്ട് എന്ന് തോന്നുമാർ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽവാസിയുടെ കടപ്പാടുകളെ പഠിപ്പിച്ചു തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അയൽവാസിക്ക് അനന്തര സ്വത്ത് വരെ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന വിധം അത്രക്ക് തോന്നിപ്പോയി. മക്കളെ പോലെയാണ്, ചോരബന്ധം പോലെയാണ് എന്നൊക്കെ പറയുന്ന പോലെ. ആരാ ഇത്? തൊട്ടടുത്ത് താമസിക്കുന്ന ആള്. ഇത്രയേ ഉള്ളൂ. തങ്ങളുടെ വീടുകളിൽ ഏറ്റവും തങ്ങളുടെ അയൽവാസിയായി ജീവിച്ചിരുന്ന ഒരു അയൽവാസി ഒരു ജൂതനായിരുന്നുവെന്ന് ഹദീസിലുണ്ട്.
തങ്ങളുടെ ഒരു അയൽവാസി ജൂതനായിരുന്നു. അതിനൊന്നും കുഴപ്പമില്ല. നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ ഒരുപാട് മതവിശ്വാസികളും പല മതക്കാരൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ. അവരോടൊക്കെ നമ്മൾ സ്നേഹവും കരുണയും എല്ലാം ചെയ്യേണ്ട ആളുകളാണ്. മതവിശ്വാസികൾ ഏതാണെങ്കിലും അതില്ലാത്തവരാണ്. മനുഷ്യരെ സഹായിക്കുന്നതിനൊക്കെ കൂലിയുണ്ടെന്നാണ്. ഒക്കെ കൂലിയുണ്ട്. നിങ്ങൾ അയൽവാസി ഒരു ഹിന്ദു എന്ന് വിചാരിക്കും, മുമ്പ് ഒരു മലക്ക് പോകാൻ നിൽക്കുകയെന്ന് വിചാരിക്കുക. ആ മനുഷ്യനൊരു പക്ഷേ പോകുന്ന വഴിക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ വരും. നിങ്ങൾ ഭക്ഷണത്തിന് എന്തെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൂടെയാണ് ഈ സ്വാമിമാർ പോകുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം വിളമ്പി കൊടുത്തു. നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ അവരുടെ ദാഹവും വിശപ്പും അവരുടെ മാനുഷികമായ ആവശ്യങ്ങളും നിർവഹിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഒരു കുഴപ്പമില്ല. നമ്മൾ വിശ്വാസത്തെ സഹായിക്കരുതെന്നാണ് പറയാം. അള്ളാഹുവേതര ഒരു ആരാധനയെ നിങ്ങൾ സഹായിക്കരുത്. അവർക്ക് അവരുടെ ആരാധനയാവാം, പക്ഷെ മനുഷ്യത്വം എന്ന നിലയിൽ എല്ലാവരെയും സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ അയൽവാസികൾ ഏത് മതവിശ്വാസികളായിക്കോട്ടെ, ജീവനുള്ള ജീവികൾക്ക് കൊടുത്ത കൂലുണ്ടെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം, അല്ലെ? ഫീ കുല്ലി കബിദിൻ റത്ബിൻ ഹസനത്തുൻ. ജീവനുള്ള കരൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ളൊരു ജീവിയാണ്. ആ ജീവിക്ക് നിങ്ങളൊരു ഉപകാരം ചെയ്തു. പുണ്യനബി ഞങ്ങളൊരു സഹാബി വന്ന് പറഞ്ഞു, നബിയെ, എനിക്കൊരാടുണ്ട്, എനിക്ക് മട്ടനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നബിയെ, പക്ഷേ ഈ ആടിനെ നോക്കിയിട്ട് എനിക്ക് അറക്കാൻ തോന്നില്ല നബിയെ. ഇന്നി അർഹമുഷാത അൻ അദ്ബഹഹാ. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, ഇൻ റഹിംതഹാ യർഹമുകല്ലാഹ്. ആ ആടിനോട് കാണിക്കുന്നൊരു കരുണയാണല്ലോ അത്. ഒന്നുമല്ല, അള്ളാഹു ഹലാലാക്കിയത് തന്നെയാണ് ദബ്ഹ ചെയ്യാന്ന് പറഞ്ഞ. പക്ഷെ നബി ചില ഉമ്മാരൊക്കെ അങ്ങനെ ഉണ്ടാവും, അവർ പോറ്റി വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളെ അറുത്താൽ പോലും ഒരു തിന്നൂല. ചോനെ ഞാൻ തിന്നാൻ കൊടുത്ത കോഴിയാണല്ലോ എന്ന് പറഞ്ഞ് തിന്നൂല അവരെന്തേ. അതങ്ങനെയാണ്, ചില സ്നേഹങ്ങൾ അങ്ങനെയാണ്. തങ്ങൾ പറഞ്ഞു, അങ്ങനെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അറക്കാൻ തോന്നണില്ലല്ലേ, ആ സ്നേഹം കൊണ്ട് അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യും, നിങ്ങൾ അറക്കണ്ടെന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയാണ്. ഇതൊക്കെ നഷ്ടപ്പെടുന്ന ലോകമാണ്. അതുകൊണ്ട് അയൽപക്കത്തിന് പോലും അയൽവാസികളോട് പോലും കടപ്പാടുണ്ട്. അവരെ ബുദ്ധിമുട്ടാക്കരുത്. നമ്മളവരെ ബുദ്ധിമുട്ടാക്കുമോ എന്നവർക്കൊരു പേടിയുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ടെന്നാ. സ്വർഗത്ത് കടക്കാൻ പ്രയാസമാണ്. അള്ളാഹു നമ്മൾ നല്ലവരാക്കി തരട്ടെ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ പറഞ്ഞു ഞാൻ വയ്ക്കാം. ബിസ്മില്ലാ. മോമഞ്ഞ് പറഞ്ഞ എന്താ അറിയോ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ്സിന് വരണം, നിങ്ങൾ വരാതിരിക്കരുത്. ചിലപ്പോൾ ഈ ഉസ്താദ് ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവില്ല, അത് വെച്ച് നിങ്ങൾ വരാതിരിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്നല്ല, ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റിയില്ല എന്നുള്ള ലാസ്റ്റ് മൊമെൻറ്റിലാണ് അങ്ങനെ ആയത്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പ്രശ്നം ഉണ്ട്, എനിക്ക് വരാൻ പറ്റാത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ക്ലാസ് ഇവിടെ ഉണ്ടാകും. ഉസ്താദ്മാർ ആര് ക്ലാസ് എടുക്കുകയാണെങ്കിലും എല്ലാവരും ഖുർആനും ഹദീസ് എന്നല്ലേ പറഞ്ഞുതരിക. അതുകൊണ്ട് എന്ത് കേട്ടാലും ഒരു ഹദീസ് മറന്നത് ഓർമ്മിക്കുകയാണെങ്കിൽ പോലും അത് ഖൈറാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മജ്ലിസിൽ ഉണ്ടാവണം, എന്ത് ചെയ്യരുത്, ഉണ്ടാവാതിരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ത്യൻ ഇസ്ലാമിക് സെൻട്രൽ സാഹിത്യ വിഭാഗം സംഘടിപ്പിക്കുന്ന സാഹിത്യ ഫെസ്റ്റ് അടുത്ത ശനിയാഴ്ച 18, 19 ശനിയാഴ്ച ഞായറാഴ്ച നടക്കുകയാണ്. കുട്ടികൾക്കുള്ള പരിപാടികളുണ്ട്, മുതിർന്നവർക്ക് സ്ത്രീകൾക്കും വിവിധ സെഷനുകൾ ഉണ്ടാകുന്നു. അത് എല്ലാവരും ഉപയോഗപ്പെടുത്താം. അതിനകത്ത് കുട്ടികൾക്ക് കലാ പരിപാടികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചിട്ട് ഡ്രോയിങ്, പെൻസിൽ ഡ്രോയിങ്സ്, അതോടൊപ്പം തന്നെ ബുക്ക് ഫെയർ, വിസിറ്റ്, മറ്റ് വിശദമായ ഒരുപാട് വിവരങ്ങൾ നമ്മുടെ സെൻറ്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുക. അതിൻ്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് വാട്സപ്പിലേക്ക് എത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ പായസം നൽകിയ സുഹൃത്ത് റസാഖാജിയുടെ ഉമ്മയുടെ ആണ്ടാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. അതോടൊപ്പം തന്നെ വേറൊരു സഹോദരി ദുബായിൽ നിന്ന് ഏൽപ്പിച്ചിരുന്നു, അവരുടെ ഉമ്മയുടെ ആണ്ടാണ്, അവരടുത്ത ആഴ്ച പായസം നൽകുമെന്ന് പറഞ്ഞ് അവരുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. അതോടൊപ്പം വേറൊരു സുഹൃത്തും പറഞ്ഞിട്ടുണ്ട്, അവരുടെ വേണ്ടപ്പെട്ടവരെ മരണപ്പെട്ട ദിവസമാണ്, അവർക്കും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നീലേശ്വരം ഓർച്ച സഫിയ എന്ന ഒരു സഹോദരി, ആ ഉമ്മ മരണപ്പെട്ട സഫിയ എന്ന ഉമ്മ മരണപ്പെട്ട 3-ാം ദിവസം അവരുടെ മകൻ നൂറുദ്ദീനും മരണപ്പെട്ടു. അവരുടെ 3 പ്രത്യേകം അവർക്ക് മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഒരു സഹോദരൻ അബുദാബിയിൽ വെച്ച് സിഗ്നൽ മുറിച്ച് കിടക്കുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് തലക്ക് സാരമായ പരിക്കേറ്റ് വലിയ ഓപ്പറേഷനൊക്കെ തലക്ക് നടന്നിട്ട് ICUവിലാണ്. ദുആയിൽ മാത്രമാണ് അവരുടെ പ്രതീക്ഷ.
ഖലീഫ ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം ഷിഫായിന് ദുആ ചെയ്യണം. നമ്മുടെ പ്രവർത്തകൻ്റെ ഉപ്പയുടെ കിഡ്നി തകരാറിലായിട്ട് പെട്ടെന്ന് അറിഞ്ഞതാണ്. ഏകദേശം അതിൻ്റെ ചികിത്സയൊക്കെ നടക്കുകയാണ്. പ്രത്യേകം ഷിഫായിന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കൾക്ക് സ്വാലിഹ്യങ്ങളായ ഇണകളെ ലഭിക്കാൻ വേണ്ടിയിട്ടും പൈശാചിക ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഒരു സഹോദരൻ്റെ വിസയുടെ കാര്യം ശരിയായി കിട്ടാനും, പഠിക്കുന്ന മകളുടെ ഫീസ് അടക്കാൻ സാധിച്ചിട്ടില്ല, അത് ശരിയാവാനും, സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ, അതിന് തൗഫീഖിനായി പ്രത്യേകം ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവിൻ്റെ ആണ്ടായിരുന്നു ഇന്നലെ, ദുആ ചെയ്യാൻ. മക്കളുടെ പഠനത്തിൽ വിജയത്തിനും ഓർമ്മശക്തിക്കും ദുആ ചെയ്യാൻ. മരണപ്പെട്ട മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടിയിട്ട്. സഹോദരി ഭർത്താവ് സ്ട്രോക്ക് ബാധിച്ച് വീട്ടിൽ ചികിത്സയിലാണ്, ഷിഫായിന് ദുആ ചെയ്യാൻ. മകളുടെ അപസ്മാര അസുഖം ഷിഫാവാൻ വേണ്ടിയിട്ട്. ഭാര്യയുടെ സുഖപ്രസവത്തിനായി ദുആ ചെയ്യാൻ. ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. കഴിഞ്ഞ റജബ് 5-ന് ഉമ്മയുടെ വല്യമ്മയുടെ മരണപ്പെട്ടു. സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരിട്ടും ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്തിട്ടുണ്ട്. എല്ലാവരും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫിദ എന്ന് പറഞ്ഞൊരു മോള് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഒരു വലിയൊരു ട്രീറ്റ്മെൻറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കുട്ടിക്ക് ഷിഫ നൽകട്ടെ. അള്ളാഹു നീ ഷിഫ നൽകണേ റബ്ബെ. അങ്ങനെ അസുഖങ്ങൾ ബാധിച്ച കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഷിഫയിന് വേണ്ടി ദുആ ചെയ്യാണ്. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ റബ്ബെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെയുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു തആല ഷിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്ത് നമ്മുടെ അന്തുമാൻച എന്ന് പറയും നമ്മളൊക്കെ അബ്ദുറഹ്മാൻ ഹാജി. അദ്ദേഹം ഒന്ന് ബാത്റൂമിൽ വീണ് അദ്ദേഹത്തിന് ചെറിയൊരു പ്രയാസം സംഭവിച്ച് ചികിത്സയിൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ വലിയൊരു മുഹിബ്ബാണ്, വലിയ സ്നേഹമുള്ളൊരു മഹാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്തുമാൻചാൻ്റെ അസുഖം അള്ളാഹു വളരെ പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം അവർ ഓൾറെഡി കയ്യിന് സ്ട്രോക്ക് വന്ന് വീൽ ചെയറിലിരിക്കുന്ന ആളാണ്. എന്നിട്ടും എല്ലാ ജമാഅത്തിനും പള്ളിയിലേക്ക് പോയി വരുന്ന അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. വലിയ സ്നേഹവും വലിയ ഒരു ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ ഉള്ളൊരു വിശാല ഹൃദയത്തിൻ്റെ ആളാണ്. അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഒതുകൊടുത്ത് വരുമ്പോൾ സ്ലിപ്പായിട്ട് വീണുപോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകട്ടെ. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഷിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഷിഫ കൊടുക്കണേ റബ്ബേ. ഷിഫയാക്കണേ റബ്ബേ. നമ്മുടെ അമേരിക്ക അടക്കമുള്ള ഒരുപാട് അഡ്മിൻസ് അവരുടെ ഗ്രൂപ്പുകളിലൊക്കെയുള്ള ആളുകളുടെ ദുആ വസിയത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവിധ രോഗികൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ. റഹ്മാൻ റഹീമായ റബ്ബ്, നമ്മുടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 8:30 ആയിക്കോട്ടെ ക്ലാസ്സിൻ്റെ സമയം. നമ്മൾ ഇൻഷാ അല്ലാഹ് 8:30 to 10 നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം. പിന്നെ ബാക്കി അനുബന്ധ കാര്യങ്ങൾ 8 മണിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇനി നിസ്കാര സമയം വീണ്ടും നമ്മൾ ലേറ്റായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പിന്നെ അത് സ്റ്റേബിളായിട്ട് നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് 8:30 തന്നെയാണ് ക്ലാസ്സിൻ്റെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് നമുക്ക് പിറ്റത്തെ ആഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل وسلم على خاتم الأنبياء والمرسلين صفوة الخلق أجمعين سيدنا وحبيبنا ومولانا محمد بن عبد الله صلوات ربي وسلامه عليه. ما دامت السماوات والأرض كلما ذكره الذاكرون وغفل عن ذكره الغافلون. وصل اللهم عليه وعلى آله وأصحابه وعترته الغر الميامين وأزواجه الطاهرات أمهاتنا أمهات المؤمنين. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات. കാരുണ്യവാനായ അർഹമർ റഹീമീനായ റബ്ബേ, നിന്റെ യൗമുൽ ജസാ ആയി നീ നിശ്ചയിച്ച
പ്രതിഫലം നൽകുന്ന നാളിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആളുകൾ, നാട്ടുകാരും ദീനിൻ്റെ ഹാദിമീങ്ങളുമായവർ, മുഹിബ്ബീങ്ങളായവർ, അള്ളാഹു നീ സ്വർഗം നൽകണേ പടച്ചവനെ. മരണപ്പെട്ടു പോയ മുഅ്മിനാത്തുകൾക്ക് സ്വർഗം നൽകണേ പടച്ചവനെ. ഉമ്മത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തികൾക്ക് റബ്ബേ നീ സ്വർഗാദികളുടെ കൂട്ടത്തിലേക്ക്, സ്വാലിഹീങ്ങളിലേക്ക് ഞങ്ങളെയും ചേർത്തി തരണേ റഹ്മാനെ. അള്ളാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ. ഞങ്ങൾ നീ പൊരുത്തപ്പെടണേ തമ്പുരാനെ. ഞങ്ങളോട് ഇഷ്ടമാവണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളോട് വെറുപ്പുണ്ടാകരുതേ റബ്ബേ. അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് റഹ്മാനെ ഷഅബാനും റമദാനിലേക്കുള്ള വെളിച്ചവുമായി വന്നിരിക്കുകയാണ്. ഈ പുണ്യമാസങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും ഞങ്ങളുടെ നാവും വാക്കുകളും കാഴ്ചകളും നമ്മുടെ എല്ലാ ചിന്തകളെയും നിയന്ത്രിക്കാനുള്ള ഒരു തൗഫീഖ് നൽകണേ തമ്പുരാനെ. ശരീരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന പുതുതലമുറയുടെ ചിന്തകളിൽ അള്ളാഹു നിൻ്റെ ദീനിൻ്റെയും ശരീഅത്തിൻ്റെയും ആ ഒരു ചിന്തകൾ അവരെ മനസ്സിലേക്ക് കൊടുത്ത് ആത്മനിയന്ത്രണം ചെയ്യുന്നൊരു സംസ്കാരം അള്ളാഹു അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നിനക്കിഷ്ടമുള്ളതാക്കി മാത്രം നൽകണേ തമ്പുരാനെ. നിനക്കിഷ്ടമില്ലാത്ത ഏതെല്ലാം ചിന്തകളുണ്ടോ ആ ചിന്തകളും അത് എഴുത്തുകളും വായനകളും ആലോചനകളും എന്തൊക്കെയാണോ അള്ളാഹു ഞങ്ങളുടെ മനസ്സിന് തന്നെ വെറുപ്പാക്കി തരണേ പടച്ചവനെ. റഹ്മാനെ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ സല്ലാത്തുകളെ, ഹഫവാത്തുകളെ, ഖതീആത്തുകളെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. റഹ്മാനെ ഞങ്ങളുടെ ഖൽബുകളെ നീ വൃത്തിയാക്കി തരണേ റബ്ബേ. ഈമാനും ഞങ്ങളുടെ യഖീനും ഞങ്ങളുടെ അറിവും വർദ്ധിക്കാൻ നിമിത്തമാകുന്ന എല്ലാ അസ്ബാബുകളും ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ആ അറിവനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും മനസ്സിലുള്ളവരാണ് റബ്ബേ. ഞങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നും നിനക്കറിയുമല്ലോ റബ്ബേ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ തമ്പുരാനെ. ആ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണമേ തമ്പുരാനെ. പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തികവും ശാരീരികവും മാനസികവും കുടുംബപരവും ജോലിപരവും നാട്ടുപരവുമായ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അള്ളാഹു അതിലൊക്കെ നീ ഖൈറ് വരുത്തണമേ തമ്പുരാനെ. ഷർറുകളെ നീ തട്ടിമാറ്റണമേ റഹ്മാനെ. പഠിക്കുന്ന മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അറിവും മതവും എല്ലാം നൽകണമേ തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അവരുടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു സഹോദരനാണ്. അവരുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ വിഷമത്തിലാണ്. അള്ളാഹു നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഷിഫ കൊടുക്കണമേ തമ്പുരാനെ. നമ്മുടെ കൈപ്പുറം അബ്ദുൾ റസാഖ് ഹാജിയുടെ ഉമ്മയുടെ 6ാമത്തെ ആണ്ടാണ്. അള്ളാഹുവെ ഉമ്മാക്ക് മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ആ ഉമ്മയുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. റഹ്മാനെ ഉമ്മാക്ക് സേവനം ചെയ്ത മക്കളിൽ റസാഖ് ഹാജിയുടെ കുടുംബത്തെയും മക്കളെയൊക്കെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. മാതാപിതാക്കളോട് കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും അള്ളാഹുവെ, മക്കൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കളോടൊപ്പം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മഹാഭാഗ്യം നൽകണമേ അല്ലാഹ്. കാരുണ്യവാനായ റബ്ബേ, അള്ളാഹുവെ വിവാഹ ബന്ധങ്ങളെ ആലോചിക്കുന്നവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹുവെ ഖൈറായ യോജിച്ച മനസ്സിനിണങ്ങുന്ന പൊരുത്തമുള്ള ഇണകളെ നൽകണമേ തമ്പുരാനെ. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും റാഹത്തും നിലനിർത്തണേ തമ്പുരാനെ. പിണക്കങ്ങളെ പരിഹരിക്കണേ റബ്ബേ. അള്ളാഹുവെ ഏതെല്ലാം വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയുണ്ടെങ്കിലും ആ വെറുപ്പിൻ്റെയും കറുപ്പിൻ്റെയും സ്ഥാനത്ത് അള്ളാഹുവെ സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പരിമളം നീ പരത്തേണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഉമ്മത്തിനെ ഒരുമിപ്പിക്കണമേ തമ്പുരാനെ. പിശാചിൻ്റെ ദുർബോധനം കൊണ്ട് ഛിദ്രതയും ഭിന്നതയും ഏതെല്ലാം തരത്തിൽ പിശാച് ഉദ്ദേശിക്കുന്നുണ്ടോ പൈശാചികമായ എല്ലാ ശ്രമങ്ങളെയും അള്ളാഹു നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ നിൽക്കുന്ന ഈ നാട്, ജോലി ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ഈ നാട് റഹ്മാനെ അള്ളാഹുവെ സുരക്ഷിതമാക്കണേ പടച്ചവനെ. എല്ലാ നാടുകളും സുരക്ഷിതമാക്കണേ റബ്ബേ. യുദ്ധക്കെടുതികളും പ്രശ്നങ്ങളും എല്ലാം അവസാനിച്ച് റബ്ബേ സമാധാനത്തോടെ ജീവിക്കുന്നൊരു അന്തരീക്ഷം എല്ലായിടത്തും ഉണ്ടാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وأدم على دولتنا هذه نعمة الأمن والأمان والاستقرار والازدهار يا رب العالمين. اللهم اغفر للشيخ زايد والشيخ
مكتوم والشيخ راشد وسائر المؤسسين. اللهم أيد رئيس الدولة، اللهم أيده بالحق وأيد الحق به وارزقه بطانة صالحة يا رب العالمين. اللهم إنا نسألك العفو والعافية والمعافاة الدائمة. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. وفقنا فيه للصيام والقيام وتلاوة القرآن. اللهم اغفر لنا ولمن حضر معنا وغاب عنا ولجميع المؤمنين والمؤمنات. واغفر اللهم لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. آمين 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 برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാ ആഴ്ച ഉണർത്തുന്ന പോലെ പുതിയതായി വന്ന അവരുടെ അറിവിലേക്കായിട്ട് എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ ഹദീസ് ക്ലാസ് നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചയും രാവിലെ സുബഹിക്ക് ശേഷം വലിയൊരു സ്വലാത്ത് മജ്ലിസും ഇവിടെ നടക്കാറുണ്ട്. പിന്നെ വ്യാഴാഴ്ചകളെല്ലാം 8:30 ഇശാന് ശേഷം ഇതേ صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله الحمد لله.